ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി വേദസ്യ മഹാണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീതേനാഹോരാത്രാൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്വാമവദോ തദ്വക്താരമവദോ അവദു മാം അവദു വക്താരം അവദു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നലെ 4 മന്ത്രമല്ലേ എടുത്തത്? ഓക്കെ, 5ാമത്തെ മന്ത്രം. തദുക്തം ഋഷിണ ഗർഭേനു സൻ അന്വേഷാമ വേദമഹം ദേവാനാം ജനിമാനി വിശ്വ ശതം മാ പുരാ ആയസി രക്ഷൻ അതഃ ശ്വേതോജവാസ നിരദീയമിതി ഗർഭ ഏവ ഏതശയാനോ വാമദേവ ഏവമുവാച. തദുക്തം ഋഷിണ ഗർഭേനു സൻ അന്വേഷമാവേദമഹം ദേവാനാം ജനിമാനി വിശ്വ ശതം മാ പുരാ ആയസി രക്ഷൻ അധശ്വേതോ ജവാസ നിരദീയമിതി ഗർഭ ഏവ ഏതശയാനോ വാമദേവ ഏവമുവാച. അപ്പൊ ഈ പറഞ്ഞ ആശയങ്ങൾക്കൊക്കെ പ്രബലമായി ഇതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി വാമദേവ ഋഷി, വേറെ ഏതൊരു ഋഷീശ്വരനാണ്, അദ്ദേഹത്തെ ഇവിടെ നമ്മുടെ മഹീദാസ മഹർഷി ഉദ്ധരിക്കുകയാണ്. ഇത് തന്നെ പ്രമാണമാണ്, കാരണം ഋഗ്വേദ മന്ത്രമാണ്. എന്നാല് ആ ഋഗ്വേദ മന്ത്രത്തിൽ ആ ഋഷി തന്നെ വേറെ ഒരു മന്ത്രത്തെ, വേറെ ഏതോ ഒരു നക്ഷത്രമുള്ളതാവാം, അങ്ങനെ ഒരു മന്ത്രത്തെ ഉദ്ധരിക്കുകയാണ്. തദുക്തം ഋഷിണ, അതായത് വാമദേവൻ എന്ന ഋഷി ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുക്തനായ ദൃഷ്ടാന്തം പറയുക. നമ്മളിപ്പോ ജീവൻ മുക്താവസ്ഥയെ കുറിച്ചൊക്കെയാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഗർഭാവസ്ഥയിൽ തന്നെ ജീവൻ മുക്തനായ ഒരു ഋഷിയുടെ കഥ പറയുക. അതായത് പുനർജായതേ എന്ന് നമ്മൾ പറയുകയുണ്ടായി. വീണ്ടും ഗർഭത്തിൽ പോയാല് എന്താ പറയുക, അവിടുന്ന് തന്നെ മുക്തനാവാം. മനുഷ്യജന്മത്തിലേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ലെന്ന്. അങ്ങനെ ഒരു വിശിഷ്ടമായ സംസ്കാരമാണ് ഇവിടെ. ഗർഭേനുസൻ, ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അന്വേഷാം അവേദം, അതായത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ കുട്ടിക്ക് ഗർഭത്തിൽ ഇരിക്കവേ തന്നെ പൂർവജന്മ സ്മരണ ഉണ്ടാവും. പ്രത്യേകിച്ചും ഒരു 7ാം മാസത്തോടു കൂടി കുട്ടിക്ക് പൂർണ്ണമായിട്ടും വളർച്ചയുണ്ടാവും.
പിന്നെ കുട്ടിക്ക് പൂർവ്വജന്മങ്ങളെ കുറിച്ചൊക്കെ സ്മരണയുണ്ടാവും. അതാണ്. ഇനി അങ്ങനെ തനിക്ക് ഉണ്ടാവരുത് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ സ്മരണ ഉണ്ടാകുമ്പോൾ എന്തായി? പൊതുവെ പറയുന്നത്, അങ്ങനെ സ്മരണ ഉണ്ടായി കഴിഞ്ഞാൽ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമത്രേ, മുൻ ജന്മങ്ങളിൽ. അപ്പൊ ഇനി ഇങ്ങനെ ഞാൻ ആവർത്തിക്കില്ല, തെറ്റൊന്നും ആവർത്തിക്കില്ല എന്ന് കുട്ടി അവിടെ പ്രതിജ്ഞ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ പ്രസവത്തോടുകൂടി അതെല്ലാം മറക്കും, മായയിലേക്ക് വരും. അപ്പൊ അവിടെ ഇതൊക്കെ ഞാൻ ഈ ഭഗവാൻ ശങ്കരാചാര്യരുടെ ശിവക്ഷമാപണ സ്തോത്രം എന്നൊരു കൃതിയുണ്ട്, പഠിച്ചിട്ടുണ്ടോന്നറിയില്ല. അതിൽ ശരിക്കും ഈ ആശയമാണ്. ആ ഗർഭത്തിൽ കിടന്നുകൊണ്ടുള്ള ആ കുട്ടിയുടെ പ്രാർത്ഥനയാണ്. പൂർവ്വജന്മ സ്മരണയൊക്കെ വന്ന് അതിനെക്കുറിച്ചൊക്കെ സ്മരിക്കുന്നതും ഇനി അതിനൊക്കെ ക്ഷമാപണം അല്ലേ, അതിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ക്ഷന്തവ്യോ മേ ശിവശിവ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നതാണ് എൻ്റെ അർത്ഥം. ഇനി താൻ ഒരിക്കലും ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞയൊക്കെ ചെയ്യും. പക്ഷെ പുറത്തേക്ക് വരുമ്പോ തന്നെ ഇല്ലാന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊന്നും നടപ്പിൽ വരില്ല. അപ്പൊ ആ സമയത്ത് പൂർണ്ണ ജ്ഞാനിയാണ്. അപ്പൊ ഈ ഒരു വാമദേവ മഹർഷി ഈ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ദേവാനാം ജനിമാനി വിശ്വ, ദേവന്മാർ എന്നാൽ ഇന്ദ്രിയങ്ങള്. അപ്പൊ ഈ ദേവന്മാരാണ് ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവന്മാരെന്ന് നമ്മൾ കണ്ടു. അവരുടെ പ്രേരണകള് സാധിക്കുവാനുള്ള തൃഷ്ണ, ബഹുമുഖ രൂപത്തിലുള്ള ചിന്തകള്, നൂറുകണക്കിനുള്ള ചങ്ങലകൾ, ആയസി എന്ന് വെച്ചാൽ ചങ്ങലകൾ, അയസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചങ്ങലകൾ, ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലകൾ. അപ്പോൾ നമ്മൾ ഏറ്റവും ശക്തമായ ആസക്തികൾക്ക് വിധേയമാവുന്നതിനെയാണ് ഇവിടെ ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലകൾ എന്ന് പറയുന്നത്. കാരണം അത്രയും ശക്തമായി നമ്മൾ ചിന്തിക്കപ്പെടുകയാണ്. ആ ചിന്തകൾ നമ്മളെയൊക്കെ അടിമകളാക്കുന്നു. വൈകാരികമായി വിചാരപരമായി ഉള്ള ചിന്തകള് നമ്മളെ അടിമകളാക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ലേ, സമത്വം സ്വപ്നം കണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ, പക്ഷെ അതിനു മുമ്പ് പോലെ ക്രൂരതകളും നടമാടിയിട്ടുണ്ട്. റഷ്യയിലൊക്കെ സർ ചക്രവർത്തിമാരൊക്കെ ഭയങ്കര ക്രൂരന്മാരായിരുന്നു അല്ലേ. അതുകൊണ്ട് 1917 വലിയ വിപ്ലവമൊക്കെ അവിടെ വരാൻ കാരണം. പക്ഷെ 90കളിൽ അത് അസ്തമിക്കുകയും ചെയ്തു. കാരണം അത്രയും നാളുകൊണ്ട് ചിന്തകൾക്ക് മാറ്റം വന്നതാണ്. ഹോങ്കോങ് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പൊ 100 വർഷം കഴിഞ്ഞാൽ തിരിച്ചു ലയിക്കണം എന്നാണ് കരാറ്. പക്ഷെ 100 വർഷം കഴിഞ്ഞപ്പോ അവരെ ചിന്താഗതി മാറി. എന്ത് ചെയ്യും? പ്രത്യേക അധികാരങ്ങളോടെ ചൈനയുടെ ഭാഗമായിട്ടിരിക്കുകയാണ്. എന്നെ ബ്രിട്ടീഷുകാരുടെ സഹവാസം പുതിയ വിപണിയുടെ സാധ്യതകളൊക്കെ തുറന്നപ്പോ ചിന്താഗതിക്ക് മാറ്റം വന്നു. അപ്പൊ ബലമായി അതുകൊണ്ടാണ് സമത്വത്തെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞത്. ഏതാശയം, സോഷ്യലിസ്റ്റ് ആശയങ്ങളാണെങ്കിൽ പോലും അതാണ് സത്യം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു കാലത്ത്. കാരണം അന്നത്തെ ചൂഷണങ്ങൾ അങ്ങനെയായിരുന്നു അല്ലേ. പക്ഷെ പിന്നീട് ചിന്തകൾക്ക് മാറ്റം വന്നു. എങ്ങനെയാ ചിലർക്ക് മാത്രം സമ്പത്ത് കൂടുന്നത്? അപ്പൊ എല്ലാവരും മനുഷ്യരല്ലേ, അപ്പൊ സമ്പത്ത് എല്ലാവർക്കും തുല്യമായിട്ട് വായിക്കണം എന്ന ചിന്താഗതി എക്കാലത്ത് വന്നു. അങ്ങനെ ഒരു ദൃഢമായ ബോധം അന്നുണ്ടായി. അതിനെ നടപ്പിൽ വരുത്താനായിട്ടോ ഏത് മാർഗം സ്വീകരിക്കുന്നതിലും തെറ്റ് കണ്ടില്ല അവർ. അതാണ്, അതായത് ലക്ഷ്യം മാത്രമേ കണ്ടുള്ളൂ. ഈ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നാണ് അവർ ന്യായം പറഞ്ഞത്. അതുകൊണ്ടാണ് പല കൂട്ടക്കൊലകളൊക്കെ കാലത്ത് നടന്നതിന് വേണ്ടി. പ്രത്യേകിച്ചും സർ ചക്രവർത്തിമാരെയൊക്കെ ആ കുടുംബത്തെയൊക്കെ അങ്ങനെയാണ് ഉന്മൂലനം ചെയ്തത്, വളരെ ക്രൂരമായിട്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്താ പറഞ്ഞത്? ലക്ഷ്യം മാർഗത്തെ സ്വാധീനിക്കും. എന്ത് ചെയ്താലും കുഴപ്പമില്ല. പല സ്ഥലത്തും അങ്ങനെയാണ് വിപ്ലവത്തിലൊക്കെ. പക്ഷെ ഗാന്ധിജിയുടെ ഒക്കെ സിദ്ധാന്തം അങ്ങനെയല്ലായിരുന്നു. ലക്ഷ്യവും മാർഗവും ശുദ്ധമാവണം എന്നാണ് അല്ലേ. അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്തിയപ്പം നോൺ വയലൻസ് ഒക്കെ കണ്ട സമയത്ത്, അല്ല ഈ വയലൻസ് കണ്ടപ്പോൾ അദ്ദേഹം നിർത്തിവെച്ച് ആരോടും ചോദിക്കാറ്. അപ്പോ വിഷയങ്ങളോടുള്ള വാസന, അധികാരത്തോടുള്ള വാസന, സ്വാർത്ഥപരമായ ചിന്തകള്, വൈകാരികമായ ചിന്തകള്. ഇപ്പൊ താജ്മഹലൊക്കെ പണികഴിപ്പിച്ചത് ഒരു പുരുഷന് സ്ത്രീയോട് തുറന്ന അഭിനിവേശത്തിന്റെ മൂർധന്യത്തിന്റെ പ്രതീകമാണ് അല്ലേ.
എത്ര പേരുടെ ജീവൻ ഹോമിക്കേണ്ടി വന്നതിന് വേണ്ടി, എത്രമാത്രം ധനം വിനിയോഗിച്ചു. അപ്പൊ ഷാജഹാന് തന്റെ അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമായിരുന്നു, അതുകൊണ്ട് ചെയ്തു. ഇങ്ങനെ എന്തെല്ലാം രമ്യഹർമ്മങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. കാരണം ചിലരുടെ സുദൃഢമായ ചിന്തകള് അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്, അതാണ് ശരി. ഇങ്ങനെ നമ്മുടെയൊക്കെ സുദൃഢമായ ചിന്തകൾ പലതും നമ്മളെ ഇരുമ്പ് കൂട്ടിൽ ബന്ധിക്കുന്നതാണ്, ചങ്ങലകളിൽ ബന്ധിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ നിലപാടുകൾ, ചിന്തകൾ നമ്മളെ ഇവിടെ ബന്ധിക്കുന്നുണ്ട്. പക്ഷെ വാമദേവ ഋഷി ഗർഭത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി. ഇനിയും പുറത്തേക്ക് വന്നാല് ഈ ചങ്ങലക്കിടയിൽ പെടാൻ സാധ്യതയുണ്ട്. പണ്ടങ്ങനെ കുറെ ചങ്ങല ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ബോധം വന്നപ്പോ അതേ തീരുമാനിച്ചു. ശന എന്ന് പരുന്ത്, ജവസ നിരതീയമിതി, ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ചു വെളിയിലേക്ക് പറന്നു. അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്, പ്രതീകാത്മകമായി. ഒരു പരന്ത് അത് അനന്ത വിഹായസിലേക്ക് പറന്നു പോകുന്നത് പോലെ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് പുറത്തു കിടന്നു. ഒരു ഗർഭസ്ഥ ശിശു ആ ഗർഭാവസ്ഥയിൽ തന്നെ ശരീര താതാത്മ്യത്തെ ഉപേക്ഷിച്ചു, മനസ്സുമായിട്ടുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ചു. അപ്പൊ തനിക്കിപ്പോൾ വന്നു ചേർന്നതായ ഈ സ്മരണയിൽ ജന്മത്തിന് ശേഷം ഉണ്ടാവുന്നതായിട്ടുള്ള രംഗം അത് കൂടുതൽ ഹാനികരമാണെന്ന് വിചാരിച്ച് ജന്മത്തിന് മുൻപേ തന്നെ അദ്ദേഹം മോക്ഷത്തെ പ്രാപിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്. ഗർഭാവസ്ഥയിൽ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമെന്നാ പറയുന്നത്. അങ്ങനെ സാധിച്ച ഋഷിയുടെ, വാമദേവ ഋഷിയെ നമ്മൾ പറയുന്നത് അല്ലേ. ഇതിന് സമാനമായ ഒരു സംഭവം അഷ്ടാവക്ര മഹർഷിക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഗർഭാവസ്ഥയില് അച്ഛൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ കേട്ടാണ് വളർന്നത്. അപ്പോ ഗർഭാവസ്ഥയിൽ കിടന്ന് അദ്ദേഹം എല്ലാം പഠിച്ചു പെട്ടെന്ന് തന്നെ. ഒരിക്കൽ അദ്ദേഹം അച്ഛൻ മന്ത്രം ചൊല്ലിയപ്പോ തെറ്റിപ്പോയി. അപ്പൊ കുട്ടി ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ തിരുത്തിയത്രേ, തെറ്റിപ്പോയത്. ഇവൻ പുറത്തേക്ക് വന്നിട്ടില്ല, അതിന് മുമ്പ് തന്നെ അച്ഛനെ കമാൻഡ് ചെയ്യാൻ തുടങ്ങിയുള്ള അപകടം അല്ലേ. അച്ഛന് ദേഷ്യം വന്നു, ശാപം കൊടുത്തു, നീ അഷ്ടാവക്രനായിട്ട് 8 വളവുള്ളവനായി തീരട്ടെ എന്ന്. അങ്ങനെയാണ് ജനിച്ചത്. പക്ഷെ പിന്നീട് അഷ്ടാവക്രം തന്നെ വേണ്ടി വരുന്ന പിതാവിനെ മോചിപ്പിക്കാൻ. ജനകന്റെ കൊട്ടാരത്തിൽ വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ മത്സരത്തിലൊക്കെ വെല്ലുവിളിച്ചു അദ്ദേഹത്തിന്റെ അച്ഛനെ. അദ്ദേഹം പങ്കെടുത്തു. ആ മത്സരം തോറ്റുപോയതിന്റെ പേരില് ജീവനോടെ സമുദ്രത്തിൽ എറിഞ്ഞു കൊന്നു അദ്ദേഹത്തെ. പിന്നീട് അഷ്ടാവക്രൻ ജനകന്റെ കൊട്ടാരത്തിലേക്ക്, ആദ്യമൊന്നും അറിഞ്ഞില്ല. ഭരദ്വാജ മുനി തന്റെ അച്ഛനാന്നൊക്കെ വിചാരിച്ചു, അതൊക്കെ ശിഷ്യനായ, പക്ഷേ അമ്മാവനായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് സത്യം അറിഞ്ഞ സമയത്ത് അദ്ദേഹം കൊട്ടാരത്തില് വരുന്നു. അപ്പൊ ഈ അഷ്ടാവക്രൻ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ജനകന്റെ കൊട്ടാരത്തില് ഈ ഇതിന്റെ രൂപം കണ്ട് പണ്ഡിതന്മാരൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അഷ്ടാവക്രനും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ രാജസസ്യം ഒന്ന് പൊട്ടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ആകെ രാജനിന്ദയാണല്ലേ. അപ്പോ ജനകൻ പക്ഷെ മഹാജ്ഞാനിയല്ലേ, രാജർഷിയല്ലേ, ചോദിച്ചു എന്താ അങ്ങ് ചിരിക്കുന്നതെന്ന്. അല്ല, ഞാന് അങ്ങേപ്പോലുള്ള ശ്രേഷ്ഠനായ ഒരു ചക്രവർത്തിയുടെ, രാജർഷിയുടെ സദസ്സിലേക്ക് വന്നതെന്ന് വിചാരിച്ച ഇവിടെ വന്നത്, പക്ഷെ എനിക്ക് തെറ്റിപ്പോയെന്നൊരു സംശയം, അതുകൊണ്ട് ചിരിച്ചു പോയതാ. എന്തേ? അല്ല, ഈ ചെരുപ്പ് കുത്തിയുടെ സ്ഥലത്തേക്കാണ് ഞാൻ വന്നതെന്ന് എനിക്ക് തോന്നിയത്. ചെരുപ്പ് കുത്തുകളുടെ സ്ഥലത്തേക്ക്. കാരണം അവരാണ് ഈ തോല് നോക്കിയിട്ട് ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അല്ലേ, പുറത്തെ. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം കണ്ടുകൊണ്ടല്ലേ പരിഹസിച്ചത്. ജനകന് കാര്യം മനസ്സിലായി, സ്വീകരിച്ചിരുത്തി വന്ന കാര്യമൊക്കെ ചോദിച്ചു. അപ്പൊ ഇതുപോലെ പിതാവിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാരൊന്നും അവിടെ ഇരിപ്പുണ്ട്. അവര് പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിൽ പങ്കെടുക്കാം. പഴയ കരാറ് തന്നെ വെച്ച് അങ്ങനെ വാദം ആരംഭിച്ചു. പണ്ഡിതന്മാരൊക്കെ തോൽപ്പിച്ചു. അപ്പൊ കരാറ് പ്രകാരം അവരെ സമുദ്രത്തിൽ എറിഞ്ഞു കൊല്ലണം. എല്ലാരും പിടിച്ചു കെട്ടി കൊല്ലാൻ തുടങ്ങിയപ്പോ അദ്ദേഹം അവരെന്ന് ഒഴിവാക്കി. അപ്പൊ അവര് ചോദിച്ചു എന്താ തിരിച്ചു തരണ്ടേന്ന്. എന്റെ പിതാവിനെ തിരിച്ചു തന്നാൽ മതി അല്ലേ. ഒരു ചെറിയ കാര്യത്തിനാണ് നിങ്ങൾ അദ്ദേഹത്തോട് അത്രയും ക്രൂരത ചെയ്തത്. അങ്ങനെ കടത്തിൽ നിന്ന് പിതാവിനെ മോചിപ്പിച്ച ആളാണ് അഷ്ടാവക്ര മഹർഷി. അപ്പൊ അങ്ങനെ വാമദേവ മഹർഷി ഒരു പരുന്ത് എപ്രകാരമാണോ അനന്തവിഹായസിൽ പറന്നടക്കുന്നത്, അതുപോലെ എല്ലാ ബന്ധനങ്ങളെയും ഭേദിച്ചു പുറത്തു പോയെന്നാണ്.
പരുന്ത് വളരെ നിശബ്ദമായി ആകാശത്ത് പറന്ന് വിഹരിക്കുന്ന ജീവിയാണ് അല്ലേ? നല്ല രസമുണ്ട് പരുന്ത് പറക്കുന്ന കാണാനായിട്ട്. വെറുതെ ഇങ്ങനെ ചുമ്മാ കിടക്കും. എത്രയോ കിലോമീറ്ററുകൾക്ക് മുകളിൽ കൂടെ സഞ്ചരിക്കും. പക്ഷെ തൻ്റെ ഇര ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കാണും അല്ലേ? അതാണ് ഒരു ചെറിയ കോഴിക്കുഞ്ഞ് 2-3 കിലോമീറ്റർ മുകളിലായിരിക്കും പറക്കുന്നത്. പക്ഷേ ചെറിയ കോഴിക്കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ലാൻഡ് ചെയ്യും, കുത്തിക്കൊണ്ടുപോകില്ല, ആരും അറിയില്ല. അത്ര ഗംഭീരം. അതാണ് അതിൻ്റെ ഒരു ക്ഷുദ്രദൃഷ്ടി അല്ലേ? അതിൻ്റെ കാഴ്ചശക്തി. അത് താഴോട്ട് വന്നിറങ്ങുന്നതും മുകളിലേക്ക് പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നേക്കാളും നല്ല ഭംഗിയോടുകൂടി അത് പോകുന്നു. അതുപോലെ ഇവിടെ ജന്മമെടുത്തു, ഇനി പുറത്തു പോയി പല കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഗർഭത്തിൽ വെച്ച് തന്നെ അനന്തതയിലേക്ക് ലയിച്ചു ചേർന്നു എന്നാ പറയുന്നത്. ഗർഭാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ വാമദേവ ഉവാച, വാമദേവൻ ഇപ്രകാരം പറഞ്ഞു. അപ്പോ ഒരു ഋഷി ഗർഭാവസ്ഥയിൽ ഇരുന്ന് തന്നെ ആത്മസാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ ഐതരേയ ഉപനിഷത്ത് കേട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരിക്കലും സംശയം ഉണ്ടായിക്കൂടാന്നുണ്ട്. നമുക്ക് സാധിക്കുമോ എന്ന സംശയം വേണ്ട. അപ്പൊ ഇതിനെ ശ്രവിച്ച സ്ഥിതിക്ക് ഇതിനെ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ ജന്മം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കതിനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മഹീദാസ ഋഷിയോട് ചെയ്യുന്ന അപരാധമായി പോകും അല്ലേ? അത് ലക്ഷ്യമാക്കണല്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രോതാക്കളായി മാറിയാൽ അദ്ദേഹത്തിന്റെ പാദങ്ങളെ നമ്മൾ പ്രണമിക്കണം. അത് നമുക്ക് സാധിക്കണം. അദ്ദേഹത്തിന്റെ വീക്ഷണത്തെ നമുക്കും കിട്ടണം. ഇതാണ് എൻ്റെ പിന്നിലുള്ള സന്ദേശം. തുടർന്ന് 6ാമത്തെ മന്ത്രം. സ ഏവം വിദ്വാൻ അസ്മാത് ശരീരഭേദാത് ഊർധ്വ ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാൻ ആപ്ത അമൃതഃ സമഭവത് യഥാസ്ഥാനം ഗർഭിണ്യഃ സ ഏവം വിദ്വാൻ അസ്മാൻ ശരീരഭേദാത് ഊർധ്വ ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാൻ ആപ്ത്വാ അമൃതഃ സമഭവത് യഥാസ്ഥാനം ഗർഭിണ്യഃ സ ഏവം വിദ്വാൻ. ഈ ഉപനിഷത്ത് ശ്രവിക്കുന്നതായ വിദ്യാർത്ഥി അസ്മാത് ശരീരഭേദ, ശരീരനാശത്തിന് ശേഷം എന്ന് വെച്ചാൽ ശരീരം താനാണെന്നുള്ള താതാത്മ്യത്തെ ഉപേക്ഷിച്ചതിന് ശേഷം ജീവൻ മുക്തി നേടി ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരവുമായി താതാത്മ്യം ഇല്ലാതാവുക. അപ്പോ നമ്മൾ പണ്ട് ഋഷിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് എന്തായാലും അത് സാധാരണക്കാരൻ പറ്റില്ലല്ലേ? സാധാരണ ശരീരം എടുത്തവരെന്ത് ചെയ്യുന്നു? ആ ശരീരനാശത്തിന് ശേഷം, അതായത് അഭിമാനമൊക്കെ വിട്ടതിന് ശേഷം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ താതാത്മ്യം ഇല്ലാതാവുക. ഉത്ക്രമ്യ, അതിൽ നിന്നും അതീതമായി, ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്തയെ അതിക്രമിച്ചിട്ട് ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവനുമാണ് ആ ആത്മസ്വരൂപം എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ഊർധ്വ ഉത്ക്രമ്യ എന്ന് പറയുന്നത്. തുടർന്ന് അമുഷ്മിൻ സ്വർഗേ ലോകേ. ഇവിടെ സ്വർഗം എന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന സ്വർഗമല്ല, ആത്മസ്വരൂപം എന്ന് തന്നെ അർത്ഥം. അനന്തമായിട്ടുള്ള ഭാവം. അപ്പൊ സ്വർഗപ്രാപ്തി അല്ല. സ്വർഗപ്രാപ്തി ഒരിക്കലും ഹൈന്ദവ പാരമ്പര്യത്തിന് ഒരു നമ്മളൊരു ഭൂഷണം, ലക്ഷ്യസ്ഥാനമായിട്ട് നമ്മൾ കരുതാറില്ല. കാരണം നാശമുള്ളതാണ് അല്ലേ? ക്ഷീണി പുണ്യ, പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ പുണ്യത്തിനനുസരിച്ച് പോകുന്ന ഒരു ദിവ്യമായ സ്ഥലം.
സ്വർഗം ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന സ്ഥലമേ ഉള്ളൂ. അത് പുണ്യം ചേർന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വരും അല്ലേ? അതുകൊണ്ട് അങ്ങനെ സ്വർഗത്തിൽ പോവുക എന്ന ചിന്തയാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുന്ന നയമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അമുഷ്പിൻ സ്വർഗേ ലോകി, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തിൽ തന്നെ നാം അമൃതാവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പൊ വേദത്തിൽ സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേവതീതി ഇന്ദ്രനൊക്കെ വസിക്കുന്ന ആ സ്വർഗമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് അമൃതാവസ്ഥ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സ്വർഗം. അതിനെങ്ങനെയാ പ്രാപിക്കുക? സർവാൻ കാമാൻ ആപ്ത. ഈ സ്വർഗപ്രാപ്തിയെ, ഈ സ്വർഗത്തെ വിവരിക്കുന്നത് എങ്ങനെയാണ്? സമസ്ത കാമങ്ങളുടെയും സബലീകരണമാണിത്. എന്ന് വെച്ചാൽ കാമിക്കുവാൻ ആളില്ലാതിരിക്കുക. ഭഗവത്ഗീത 2-ാം അധ്യായത്തിന്റെ അവസാനം അർജുനൻ എന്താ ചോദിച്ചത്? 54-ാം ശ്ലോകത്തിൽ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ, അല്ലേ? ഈശ്വര സാക്ഷാത്കാരം നേടിയ ഒരാളുടെ ലക്ഷണം ചോദിച്ചു. അയാൾ എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കുന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ഭഗവാൻ തുടങ്ങുന്നത് തന്നെ എന്താണ്? പ്രജഹാദിയതാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാസ്തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഹേ പാർത്ഥ, എപ്പോഴാണോ മാനസികമായ സകലാഗ്രഹങ്ങളെയും നാം ത്യജിക്കുന്നത്, അതെപ്പോഴാണോ സാധിക്കുന്നത്? കാരണം മനുഷ്യ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങളില്ലാതെ നിലനിൽക്കാൻ സാധിക്കുകയില്ല, വിചാരമില്ലാതെ നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആഗ്രഹങ്ങളുടെ ത്യാഗം എന്ന് വെച്ചാൽ മനസ്സ് ആത്മസ്വരൂപമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ, എപ്പോഴാണോ മനസ്സ് ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്, തന്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടി വേറൊന്നിനെയും ആശ്രയിക്കാത്തത്, ഇങ്ങനെ ഒന്നിനെയും നാം ആശ്രയിക്കാതെ ഒന്നിനെ തന്നെ സ്ഥിരമായി ഒന്നിൽ തന്നെ ആ ഒരു സുഖത്തെ നാം കണ്ടെത്തുമ്പോൾ മറ്റെല്ലാ ചിന്തകളും നമ്മളെ വിട്ടുപോകും. അപ്പൊ സമസ്ത ആഗ്രഹങ്ങളുടെയും സഫലീകരണം, അതായത് ആത്മജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ, ആത്മാനുഭാവത്തിന്റെ വെളിച്ചത്തിൽ ഇതര അനുഭവങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്ന സൃഷ്ടാവിന്റെ ആനന്ദം പോലെയാണ് പിന്നെ അവരുടെ സ്ഥിതി. ആ ആനന്ദത്തെ കുറിച്ചൊക്കെ തൈത്തിരീയ ഉപനിഷത്തൊക്കെ അത് ഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ടല്ലേ? വളരെ ഗംഭീരമായിട്ട്. അതൊരിക്കലും വാക്കുകൊണ്ട് നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. സ്വസംവേദ്യമാണത്. അവനവൻ തന്നെ അറിയുക, വേറെ ആൾക്കും അത് അറിയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സമസ്ത ആഗ്രഹങ്ങളെയും അതിക്രമിച്ചിട്ട് അമൃതസമഭവത്, അമൃതസമഭവത്, ആ അമൃതാവസ്ഥയെ എവിടെ വെച്ച് തന്നെ പ്രാപിക്കുന്നു. ആ അമൃതാവസ്ഥ എന്ന് പറയുന്നത് മരണാനന്തരമല്ല. അപ്പൊ പുനർജന്മത്തെ പോലെ തന്നെ ജീവൻ മുക്താവസ്ഥയെ കുറിച്ചും ദാർഢ്യത്തോടെ പ്രഖ്യാപിക്കുക. ഇത് രണ്ടും പ്രമാണമാണ്. അപ്പൊ മനുഷ്യജന്മത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സിന്റെ ശുദ്ധിയുടെ വെളിച്ചത്തിൽ നാം ഇവിടെ വെച്ച് തന്നെ അനശ്വരമാവും. അവന് സംശയം ഒന്നും വേണ്ടാന്ന് 2 തവണ പറയുകയാണ്. അപ്പൊ പ്രഥമം ജന്മവും ദ്വിതീയ ജന്മവും തൃതീയ ജന്മവും ഒക്കെ പറഞ്ഞത് ജന്മവിച്ഛിത്തിക്ക് വേണ്ടിയാണ്. അത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നാം നേടേണ്ടത്. സമഭവത് സമഭവത്. അങ്ങനെ എത്തിച്ചേർന്നാൽ ആ പരിപൂർണ അവസ്ഥയെ നമ്മൾ പ്രാപിക്കുകയാണ്. ഇതാണ് ജീവൻ മുക്താവസ്ഥ. എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർണ്ണതയിലെത്തിയ ആള്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പൂജ്യ ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി ബാംഗ്ലൂരിലെ പ്രശ്നോപനിഷത്ത് ക്ലാസ് എടുക്കുകയാണ്. നമുക്കറിയാം, പിപ്പലാദ മഹർഷിയാണ് ആചാര്യൻ.
അന്നൊക്കെ സ്വാമിജി സാധകരുടെ ഇടയിൽ ചെലവഴിക്കാൻ കൂടുതൽ സമയം കിട്ടിയിരുന്നു ആദ്യകാലത്തൊക്കെ. അപ്പോൾ ഒരു ഞായറാഴ്ച അന്ന് കൂടുതൽ സമയമെടുത്തു. അപ്പോൾ ഉപനിഷത്തിലെ ഒരു പ്രഖ്യാപനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ന കമ്പതേ ഞഹ, സത്യത്തെ അറിഞ്ഞയാൾ ഒരിക്കലും കുലുങ്ങുന്നില്ല. ന കമ്പതേ, ഇതാണ് സ്ഥിതപ്രജ്ഞാവസ്ഥ എന്ന് പറയുന്നത്. ഈ ആശയ സ്വാമിജി ഒരു 15-20 മിനിറ്റോളം വിസ്തരിച്ചു. വലിയ സദസ്സാണ്. ആയിരങ്ങൾ രാവിലെ മോർണിംഗ് ക്ലാസ്സിലൊക്കെ സ്വാമിക്ക് പങ്കെടുക്കാനുണ്ടാവും. 7 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ മോർണിംഗ് ക്ലാസ് കൃത്യം 7 തുടങ്ങും അല്ലേ? 7:05 ആകുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്യും. പിന്നെ ആരും വന്നാലും ഉള്ളിൽ കയറ്റില്ല ക്ലാസ് കഴിയുന്നവർ. അതായത് മോർണിംഗ് ക്ലാസ്സിന് ആ ഒരു റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടാവും. 6:55 തന്നെ എല്ലാവരും വന്നിരിക്കണം എന്നാണ്. അത് രാവിലത്തെ ക്ലാസ്സിനായി. യജ്ഞത്തിന് പിന്നെ ഇതൊന്നും ബാധകമല്ല. മോർണിംഗ് ക്ലാസ് അത്ര സീരിയസ് സീക്കേഴ്സേ വരുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ സംശയ നിവാരണത്തിന് എന്തെങ്കിലും ചോദിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ സംശയ നിവാരണ സമയത്ത് ഒരാൾ ചോദിച്ചു, സ്വാമിജി അങ്ങ് ന കമ്പതേ ഞഹ എന്നതിനെ കുറിച്ച്, ജീവൻ മുക്ത അവസ്ഥയെ കുറിച്ച് ഇത്രയും വിവരിച്ചല്ലോ. അങ്ങനെ ഒരാളുണ്ടാവോ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തെ സംശയം. അപ്പോ ചോദ്യം കേട്ട ഉടനെ തന്നെ സ്വാമിജി വളരെ ഗൗരവത്തിൽ തന്നെ അതിന് മറുപടി, ഓൺ ദ സ്പോട്ടിൽ കൊടുത്ത മറുപടി, ഹൂ ഈസ് ആക്ച്വലി ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നാ ചോദിച്ചത്. ചോദിച്ചയാള് ജംഷഡ്പൂർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നേരെ എഴുന്നേറ്റുകൊണ്ട് സ്വാമിയുടെ മുമ്പിൽ സാഷ്ടാംഗം കൊണ്ട് നമസ്കരിച്ചു. കാരണം അദ്ദേഹത്തിന് ഉത്തരം കിട്ടി. പിന്നെ ആരാ നിങ്ങളോട് സംസാരിക്കുന്നത്? പിന്നെ സ്വാമി സാധാരണ നിലയിലേക്ക് വന്നു. തമാശയൊക്കെ പറഞ്ഞ് രംഗമൊക്കെ തണുപ്പിച്ചു. അത് വേറെ കാര്യം. ഞാൻ തമാശ പറഞ്ഞാന്നും പറഞ്ഞു. പക്ഷേ അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഉത്തരം പറയണമെങ്കിൽ ആ നിലയിലെത്തിയവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ, അല്ലേ? എന്തായാലും നമ്മുടെയൊക്കെ പരിശ്രമം കൊണ്ട് നമുക്കൊക്കെ ആ നിലയിൽ എത്തുവാൻ സാധിക്കും. ഈ ശരീരത്തിൽ ഇരിക്കവേ തന്നെ ഈ നിമിഷം നമുക്ക് സാധിക്കുന്നതാണ്. ഇതൊരു സാധ്യതയല്ല, ആർക്കും സാക്ഷാത്കരിക്കാവുന്നതാണ്. അതോടുകൂടി ഈ അധ്യായവും അവസാനിക്കുകയാണ്. ഇനി ഗർഭിണികൾക്ക് തിരിച്ചു വരാം എന്ന് മന്ത്രത്തിൽ തന്നെ പറയാം. കാരണം ഈ അധ്യായം പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അവർ കേൾക്കണ്ടെന്ന് വിചാരിച്ച ഋഷി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അവസാന ഭാഗം ഈ ഉപനിഷത്തിന്റെ സമുന്നതമായ ഭാവത്തെ അവതരിപ്പിക്കുകയാണ്. അധ്യായം 1, ഭാഗം 1. കോയമാത്മേതി വയമുപാസ്മ്യഹേ കതരഃ സ ആത്മാ ഏന വാ പശ്യതി ഏന വാ ശൃണോതി ഏന വാ ഗന്ധാ ജിഘ്രതി ഏന വാ വാചം വ്യാകരോതി ഏന വാ സ്വാദു ച അസാദു ച വിജാനാതി. കോയമാത്മേതി വയം ഉപാസ്മ്യഹേ കതരഃ സ ആത്മാ ഏന വാ പശ്യതി ഏന വാ ശൃണോതി ഏന വാ ഗന്ധാ ജിഘ്രതി ഏന വാ വാചം വ്യാകരോതി ഏന വാ സാധു ച അസാധു ച വിജാനാതി. അപ്പൊ ശിഷ്യന്മാർക്കുണ്ടാകുവാൻ സാധ്യതയുള്ള സംശയത്തെ ഗുരു തന്നെ ഉന്നയിക്കുകയാണ്.
ഇതിനെയാണ്, ഇങ്ങനെ സംശയം ഉന്നയിക്കുന്നതിനെയാണ് പൂർവപക്ഷം എന്ന് പറയുന്നത്. ഒരു പക്ഷെ ഇപ്പൊ സംശയമൊന്നും ഉണ്ടാവില്ലായിരിക്കും കേൾക്കുമ്പോ, പക്ഷെ പിന്നെ സംശയം ഉണ്ടായി വരുമ്പോഴോ അപ്പൊ ഉത്തരം പറയാൻ ഗുരു ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാവാനിടയുള്ള സംശയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അവതരിപ്പിച്ചു മറുപടി പറയുക. അപ്പൊ ശങ്കരാചാര്യ ഭാഷയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പൂർവപക്ഷമുണ്ട്, അവര് തന്നെ സംശയം ചോദിക്കുന്നു, അവരെന്നെ ഉത്തരം പറയുന്നു അല്ലേ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, കോയം ആത്മീതി വയം ഉപാസ്മ്യഹി. ഏതൊരു ആത്മസ്വരൂപത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? കതരഹസ ആത്മാ, രണ്ടിൽ ഏതാണ് ആത്മാവ്? എന്താ ചോദിക്കാൻ കാരണം? ഇപ്പൊ നമ്മൾ ഇന്ന് ഉപനിഷത്ത് കഴിഞ്ഞ് നാളെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴായിരിക്കും, തുടക്കത്തിൽ വായിക്കുമ്പോ അവിടെ ആത്മാവായിതമഗ്രേയാസീത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത് അല്ലേ. ആത്മാവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വായിച്ചു. ഓ ശരി, മനസ്സിലായി, വേറൊന്നും തന്നെയില്ല. നാന്യത് കിഞ്ചന. പിന്നെ അദ്ദേഹം സൃഷ്ടിയുണ്ടാക്കി, എന്നിട്ട് സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു. കാരണം ഓരോ ഇന്ദ്രിയവും തോന്നിയ രീതിയിൽ പ്രവർത്തിച്ചാലുള്ള സ്ഥിതിയൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ട് അദ്ദേഹം ശിരസ് പിളർന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോ എന്തായി? രണ്ടാമത്തെ ആത്മാവായി. ഒന്ന് സൃഷ്ടിക്ക് മുമ്പുള്ള ആത്മാവ്, മറ്റത് സൃഷ്ടിക്ക് ശേഷമുള്ള പ്രവേശിച്ച ആത്മാവ് അല്ലേ. ഇവയിൽ യഥാർത്ഥ ആത്മാവ് ആരാ അല്ലേ? ഒരു സംശയം തോന്നാം. അപ്പൊ ഉള്ളിലിരുന്നു കൊണ്ട് വെളിയിലുള്ള എല്ലാത്തിനെയും അദ്ദേഹം നിയന്ത്രിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സർവവ്യാപകത്വം വന്നത്. അപ്പോ രണ്ട് വിധത്തിലുള്ള ആത്മാവ്, ഉള്ളിലുള്ളതും പുറത്തുള്ളതും. ഏനവാ പശ്യതി, ഏതൊന്നിന്റെ സാന്നിധ്യം കൊണ്ടാണോ കാണുന്നത്. ഏനവാ ശൃണോതി, ഏതൊന്നിന്റെ സാന്നിധ്യം കൊണ്ടാണോ കേൾക്കുന്നത്. ഏനവാ ഗന്ധാന ജിഘ്രതി, ഏതൊന്നിന്റെ സാന്നിധ്യം കൊണ്ടാണോ ഗന്ധത്തെ ആസ്വദിക്കുന്നത്. ഏനവാ വാചം വ്യാകരോതി, ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ വാക്കുകളെ പറയാനാവുന്നത്. ഏനവാ സാധുച്ച അസാധുച്ച, ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ രുചിയും രുചിയില്ലായ്മയും അറിയുന്നത്. ആ ആത്മാവിനെയാണോ അറിയേണ്ടത്, അതോ ആത്മാവാ ഇതം അഗ്രേ ആസീത്, സൃഷ്ടിക്ക് മുമ്പുള്ള സ്വാമിയാണോ സൃഷ്ടിക്ക് ശേഷമുള്ള ജീവസ്വാമിയാണോ അറിയേണ്ടത്? നമ്മളൊക്കെ ജീവസ്വാമിയാണ്, അല്ലെങ്കിൽ ആ സ്വാമിമാരാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളിൽ പ്രവേശിച്ചത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സഗുണം നിർഗുണം എന്നൊക്കെ പറയും. ഞാൻ സഗുണത്തെയാണ് ഉപാസിക്കുന്നത്, ഞാൻ നിർഗുണത്തെയാണ് ഉപാസിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയൂല്ലേ. വാസ്തവത്തിൽ ഈ സഗുണം നിർഗുണം എന്നുള്ള ഭേദബുദ്ധി തന്നെ വിട്ടിട്ടാണ്. അതുകൊണ്ടാണ് പല മഹാത്മാക്കളൊന്നും ഉണ്ടായിരുന്നതേ. സഗുണഭാവം നിർഗുണഭാവം അല്ലേ. ചിലരുടെ രീതി കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതാണോ ഭജന, ഇതാണോ ഭക്തൻ, ഇതാണോ മഹാത്മാവ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ഈ രൂപത്തിൽ എന്താ ഇവര് പെരുമാറുന്നത്? കേരളത്തില് കാഞ്ഞങ്ങാട് ഒരു പപ്പ രാംദാസിന്റെ ആശ്രമമുണ്ട്, ആനന്ദാശ്രമം. ആരെങ്കിലും പോയിട്ടുണ്ടോ? എന്നെങ്കിലും പോകണം. കേരളത്തിലുള്ള ഏറ്റവും ഗംഭീരമായ ആശ്രമമാണ്. സദാസമയം രാമനാമം മാത്രം മുഴങ്ങുന്ന ഒരു ആശ്രമം. ശ്രീറാം ജയ റാം ജയ ജയ റാം, ഈ മന്ത്രം ചൊല്ലിക്കട്ടെ. ആര് പോയാലും 3 ദിവസം താമസവും ഭക്ഷണവും ഫ്രീ ആണ് അവിടെ. ഒന്ന് എഴുതിയിട്ട് പോയാൽ മതി. സുഖമായിട്ട് നിങ്ങൾക്ക് താമസവും ഭക്ഷണവും സാധനമൊക്കെ അനുസരിച്ച് നാമജപമൊക്കെ കേട്ട് നല്ല സത്സവം കേട്ടിരിക്കാൻ പറ്റുന്ന ഇന്നും കേരളത്തിലുള്ള ഏക ഒരു ആശ്രമം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആനന്ദാശ്രമം. വലിയ ഗോശാലയും അങ്ങനെയൊക്കെയുള്ള നല്ല പറഞ്ഞു വന്നത് 1930-കളില് പപ്പ രാംദാസ് സ്ഥാപിച്ചതാണ്. പിന്നീട് മാതാജി, അദ്ദേഹത്തിന്റെ സമാധി 60-കളിലാണ്. പിന്നീട് മാതാജി 88 വരെ ഉണ്ടായിരുന്നു. അവരാണ് അതിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോഴും വേറെ ആചാര്യന്മാരെ അവരെ കൊണ്ടുവന്നു. അപ്പോ
ഈ 60കളിൽ അദ്ദേഹത്തിന്റെ കാലത്ത്, രാംദാസിന്റെ കാലത്ത്, അക്കാലത്ത് സൗത്തിൽ ജീവിച്ച 3 മഹാത്മാക്കളായിരുന്നു തിരുവണ്ണാമലയിലെ രമണ മഹർഷി, പോണ്ടിച്ചേരിയിൽ മഹർഷി അരവിന്ദോ, കാഞ്ഞങ്ങാട് പപ്പ രാംദാസ്. ഒരു നോർത്ത് ഇന്ത്യൻ ഭക്തൻ, ഈ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ധാരാളം ഭക്തന്മാർ ഈ വെക്കേഷനൊക്കെ ആയിക്കാണ് റൂമൊക്കെ ഫുള്ളായി, നേരത്തെ പറഞ്ഞിട്ട് പോകണം, അങ്ങനെ തിരക്കാണ്. അതിൻ്റെ അടുത്താണ് നിത്യാനന്ദാശ്രമം. നിത്യാനന്ദാശ്രമം നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അല്ലേ? കാരണം ബോംബെ ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട്. പോയിട്ടുണ്ടോ നിത്യാനന്ദ സ്വാമിയുടെ സമാധി സ്ഥലത്ത്? ഇല്ല. എന്താ സ്ഥലത്തിന്റെ പേര്? വജ്രേശ്വരി. പോണം. വജ്രേശ്വരി. അതാ ആ മഹാത്മാവിന്റെ സ്വന്തം സ്ഥലമാണ് കാഞ്ഞങ്ങാട്. അവിടെ നിത്യാനന്ദ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ പോയാല് പാറ തുരന്നിട്ട് 48 ഗുഹകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് 1935 കാലഘട്ടത്തിൽ. ധ്യാനിക്കാൻ വേണ്ടി 48ഓളം ഗുഹകൾ. നമുക്കുള്ളിൽ കയറി നമുക്ക് പോവാം. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ല. അദ്ദേഹത്തിന്റെ അമാനുഷികമായ സ്ഥിതി കൊണ്ടുണ്ടാക്കിയതാണത്. അന്നത്തെ സായിപ്പ് കളക്ടർ ഇത് കാണാൻ വന്നിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് പോയതാണ്. അവധൂതനാണ്. വൈകുന്നേരം പോക്കറ്റ് കൈയിട്ട് എല്ലാവർക്കും പൈസ ജോലിക്ക് വരുന്നവർക്ക് എടുത്തു കൊടുക്കും. ഒരിക്കൽ TTR ടിക്കറ്റിലാണ്ട് അദ്ദേഹത്തെ ട്രെയിനിൽ ഇറക്കി വിട്ടു. ട്രെയിൻ അവിടെ നിന്നുപോയി. പിന്നെ ക്ഷമ പറഞ്ഞ് കയറ്റിയിട്ട് പിന്നെ ട്രെയിൻ പോയത്. ബോംബെ ഏത് പെട്ടിക്കടയിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാവും അല്ലേ? ഒരു വയറൊക്കെ. നിത്യാനന്ദ സ്വാമി. ചിന്മയാനന്ദ സ്വാമിജി 70കളില് മുംബൈയില് ഈ എന്താ വിവേക ചൂടാമണി ക്ലാസ് അന്നത്തെ സാന്ദീപിനി കുട്ടികൾക്ക് എടുത്തോണ്ടിരുന്ന സമയത്ത് മുൻഷിയുടെ ഹാളിലെ ഭാരതീയ വിദ്യാഭവന്റെ, അപ്പൊ അവിടെ വെച്ച മോർണിംഗ് ക്ലാസ് അന്ന് എടുത്തിരുന്നത് 2 മാസം. അപ്പൊ ഈ ബ്രഹ്മചാരി കുട്ടികളൊക്കെ 2 ബസ്സിന് അങ്ങോട്ട് കൊണ്ടുപോകും. ഏകദേശം 500-600 പേര് അന്നത്തെ ക്ലാസ് നമ്മുടെ കേൾക്കാനുണ്ടാവും. ആ ക്ലാസ്സിന് ശേഷമാണ് വിവേക ചൂടാമണിക്ക് ആ വ്യാഖ്യാനമൊക്കെ എഴുതിയിരിക്കുന്നത്. ഒരു പ്രൗഢമായ സ്വാമിയുടെ വ്യാഖ്യാനം. അപ്പോ ഈ ജീവൻ മുക്ത അവസ്ഥയെക്കുറിച്ച് സ്വാമി വർണ്ണിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാമി ക്ലാസ്സിൽ പറഞ്ഞു, നാളെ നമുക്കൊരു ജീവൻ മുക്ത മഹാത്മാവിനെ കാണാൻ പോകാം. എല്ലാവരും കൂടെ പോയി നിത്യാനന്ദ സ്വാമി അന്ന് കാണാൻ പോയി. അദ്ദേഹത്തിന്റെ ജീവചരിത്രം മലയാളത്തിലൊക്കെ കിട്ടും, ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ അകത്ത് ചിന്മയാനന്ദ സ്വാമിയും നിത്യാനന്ദ സ്വാമിയോട് ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഈ കാഞ്ഞങ്ങാട് ഒരു 45ഓളം ഏക്കർ സ്ഥലം, ഗുരുവൻ എന്ന പേരിൽ അദ്ദേഹം കളിച്ചു വളർന്ന സ്ഥലം. അതുപോലെ ഈ ആശ്രമവും ഈ ഗുഹ, ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലെ ട്രസ്റ്റാണ് നോക്കുന്നത്. ഇത് 2-3 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ രണ്ടും കാണാൻ പോകണം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. പറഞ്ഞു വന്നത്, ഈ നോർത്ത് ഇന്ത്യൻ ഭക്തൻ രാംദാസിന്റെ ആശ്രമത്തിൽ കുറെ നാൾ ആദ്യം താമസിച്ചു. പിന്നെ അരവിന്ദോ ആശ്രമത്തിലും കുറെ നാൾ താമസിച്ചു. പോണ്ടിച്ചേരിയിൽ അല്ലേ? പോയിട്ടുണ്ടോ അവിടെ? പോണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ടൂറൊക്കെ പോകുന്നേക്കാൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം. ഇന്ന് പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് പോർച്ചുഗീസുകാരുടെ ഒരു കോളനി ആയിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് അരവിന്ദോ മാഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഒരു സ്റ്റേറ്റ് മുഴുവൻ അല്ലേ? ഏതാ? ഫ്രഞ്ച് കോളനി. അതെ അതെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല അറിയുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ അറിയുന്നല്ലേ അരവിന്ദോ. അദ്ദേഹം അധികം ആരോട് സംസാരിക്കാറൊന്നുമില്ല. കടൽ തീരത്ത് പോയിരിക്കും, പക്ഷികളെ നിരീക്ഷിച്ചിരിക്കും, അല്ലാത്തപ്പോൾ എഴുത്തും ധ്യാനവും തന്നെ. അതാണ്. പിന്നീട് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. അവിടെ പിന്നെ വർത്തമാനേ ഇല്ല, സദാസമയം ധ്യാനം മാത്രം. അപ്പൊ രാംദാസിന്റെ അടുക്കല് ഒരന്തരീക്ഷം, ശ്രീറാം ജയറാം ജയറാം. അദ്ദേഹമാണെങ്കിൽ വരുന്നവരൊക്കെ യാത്രാവേഷം, കുടുംബകാര്യം, മക്കളുടെ കാര്യം, ഭാര്യയുടെ ഇതൊക്കെയാണ് ചോദിക്കുക. സദാ വർത്തമാനം, സന്നിഗ്രഹസ്ഥനെ പോലെ. അപ്പോ അദ്ദേഹത്തിന്റെ അടുക്ക താമസിക്കാൻ കൂടുതൽ അടുത്ത് പെരുമാറാൻ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു ദിവസം രാംദാസിനോട് ചോദിച്ചു, ഞാൻ അരവിന്ദാശ്രമത്തിൽ പോയി കുറെ ദിവസം താമസിച്ചു, രമണാശ്രമത്തിൽ പോയി താമസിച്ചു, അവിടെയൊക്കെ നല്ല അനുഭൂതിയൊക്കെ ഉണ്ടായി. പക്ഷെ ഇത്രയും സ്വാതന്ത്ര്യം ഒരടുത്തിടപെടാൻ അവസരമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ, സ്വാമി തെറ്റിദ്ധരിക്കരുത്, ഈ രമണ മഹർഷിയും അരവിന്ദോയും മഹർഷി അരവിന്ദവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ രാമദാസ് പറയുകയാണ്, ഞാനെന്നും അദ്ദേഹം പറയാറില്ല. പിന്നെയോ രാംദാസ് തന്നെയാ. ഹു ഈസ് രാംദാസ് ഈസ് ടു കമ്പയർ മഹർഷി അരവിന്ദോ ആൻഡ് രമണ മഹർഷി എന്നാ പറയുന്നത്. രാംദാസ് നോസ് only one thing, that is Rama. ഇത് മാത്രം. രാംദാസ് ആരാണ്,
അവരെ താരതമ്യം ചെയ്യാനായിട്ട് രാമദാസൻ ഒന്നേ അറിയുള്ളൂ, അത് രാമനാമം മാത്രം. ഇതാണ് മഹാത്മാക്കളുടെ നില. അതുകൊണ്ട് സഗുണാണോ നിർഗുണമാണോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയണ്ടാണ്. കാരണം ചിലർക്ക് നാമജപം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ധ്യാനമായിരിക്കും, ചില ഇത് ഗ്രേഡ് കൂടിയാണോ കുറഞ്ഞാണോ ഒന്നും ചിന്തിക്കണ്ട. ഓരോരുത്തരും ഓരോ തലമാണ് അല്ലേ. കാരണം എല്ലാവരുടെയും ലക്ഷ്യം സത്യസാക്ഷാത്കാരാണ്. അതിന് ഓരോ മാർഗം സ്വീകരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നതിനെ നമ്മൾ സ്വീകരിക്കുക. തുടർന്ന് രണ്ടാമത്തെ മന്ത്രം, ഏതേതത് ഹൃദയം മനശ്ചൈതത് സംജ്ഞാനമാജ്ഞാനം വിജ്ഞാനം പ്രജ്ഞാനം മേധാദൃഷ്ടി ധൃതിർമതിഹി മനീഷാ ജ്യൂതിഹി സ്മൃതിഹി സങ്കൽപഃ ക്രതുരസുഃ കാമോ വശ ഇതി സർവാണി വൈ ഏതാനി പ്രജ്ഞാനസ്യ നാമധേയാനി ഭവന്തി യദേതത് ഹൃദയം മനശ്ചൈതത് സംജ്ഞാനമാജ്ഞാനം വിജ്ഞാനം പ്രജ്ഞാനം മേധാദൃഷ്ടി ധൃതിർമതിഹി മനീഷാ ജ്യൂതിഹി സ്മൃതിഹി സങ്കൽപഃ ക്രതുരസുഃ കാമോ വശ ഇതി സർവാണി വൈ ഏതാനി പ്രജ്ഞാനസ്യ നാമധേയാനി ഭവന്തി. അപ്പൊ ഏതൊരു ആത്മാവിനെയാണോ സ്വാഭാവികമാണോ നിരുപാധികമാണോ ഉപാസിക്കേണ്ടതെന്നാ ചോദിച്ചതല്ലേ. അപ്പോ ഋഷി തന്നെ ഇവിടെ വിവരിക്കുകയാണ്. ആദ്യം മനസ്സിനെ വിവരിക്കുകയാണ്. ഏതേതത് ഹൃദയം, മനസ്സെന്നൊക്കെ പറയുന്നത്, അതായത് ഇവിടെ ഹൃദയം എന്ന് പറയുന്നത് രക്തപ്രവാഹം ആ ചെയ്യുന്ന ഹൃദയമല്ല. കാരണം അത് സ്ഥൂലമാണ്, ബാഹ്യമായിട്ടൊരു അംഗമാണ്. മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനശ്ചൈതത്, എന്താണോ ഹൃദയമെന്ന് തത്വശാസ്ത്രത്തിൽ നാം വീക്ഷിക്കുന്നത് അത് മനസ്സ് തന്നെയാണ്. അത് സംസ്കൃതത്തിലോ ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ മാത്രമല്ല. ഹാർട്ടി കൺഗ്രാജുലേഷൻസ് നമ്മൾ പറയുന്നത് അല്ലേ. നമ്മുടെ മനസ്സ് തന്നെയാണ്, മനസ്സിന്റെ ഭാവമാണത്. സംജ്ഞാനം, ആജ്ഞാനം, വിജ്ഞാനം, പ്രജ്ഞാനം, മേധ, ദൃഷ്ടി, ധൃതി, മതി, ഇതൊക്കെ വ്യത്യസ്തങ്ങളായ മനസ്സിന്റെ പ്രവർത്തികളാണ്. സംജ്ഞാനം ബാഹ്യപരമായ അറിവ്, ആജ്ഞാനം ആജ്ഞാശക്തി. ആജ്ഞാശക്തി വാസ്തവത്തില് ധാർമ്മികമായ ജീവിതചര്യ പുലർത്തുന്ന ഒരാളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. സത്യത്തെ അനുവർത്തിക്കുന്നതായ ഒരാൾ ആജ്ഞാപിക്കുന്നോ, ആ ആജ്ഞയെ അനുസരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും, ഹിതകരമല്ലെങ്കിലും നിഷേധിക്കാൻ സാധിക്കില്ല. വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലായിരുന്ന 1930-40 കാലഘട്ടങ്ങളില് ഭാരതത്തിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഗാന്ധിജി ഒരു സമരാഹ്വാനം നടത്തിയാൽ പിറ്റേ ദിവസം 30-40 കോടി ജനങ്ങൾ അറിഞ്ഞ് തെരുവിൽ കയറുമായിരുന്നു അല്ലേ. അതാണ് ആജ്ഞാശക്തി. വാക്കുകളിലെ ഉദ്ദേശശുദ്ധി, ആ നൈർമല്യതയാണ് ഒരുവനെ കൊണ്ട് അത് അനുസരിപ്പിക്കുന്നത്.
വിജ്ഞാനം, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം വേണം. ഇപ്പൊ വിവിധ ഭാഷകൾ അറിയുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു ഭാഷയിൽ ശ്രദ്ധിക്കുമ്പോൾ ആ ഭാഷയിലെ വാക്കുകൾ മാത്രമേ മനസ്സിൽ തെളിഞ്ഞു വരികയുള്ളൂ അല്ലേ? പല ഭാഷയുടെ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പൊ മനുഷ്യ മനസ്സിന് അനന്തമായ കഴിവുകളാണുള്ളത്. ഇന്ന് നൂതനമായ ലോകത്ത് നാം കാണുന്ന സമസ്ത കാര്യങ്ങളും മനസ്സിന്റെ മേന്മയാണ്. വിജ്ഞാനം, പ്രജ്ഞാനം, വിശേഷേണയുള്ള ജ്ഞാനം, ബുദ്ധിശക്തി. മേധ, ധാരണാശക്തി, അനേക കാര്യങ്ങൾ ഓർമ്മിക്കുവാനുള്ള ശക്തി. നമ്മുടെ പൂർവ്വ പ്രപിതാമഹന്മാരൊക്കെ ഈ വേദത്തെയൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചവരായിരുന്നു. ഈ പുസ്തകങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. ദിവസവും ചൊല്ലൂല്ലേ? ചൊല്ലി പഠിക്കുക മാത്രമല്ല, മറ്റുള്ളവർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ തലമുറയൊക്കെ ഏകദേശം കഴിയാറായി. അങ്ങനെ ഹൃദയത്തിൽ പഠിച്ച് സൂക്ഷിച്ചവര് അപൂർവം ചിലരൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരെ കൊണ്ടൊക്കെ ചൊല്ലിച്ച് റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ, കാരണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. എന്തായാലും ഇനി ഇങ്ങനെ ഒരു തലമുറ ഉണ്ടാവില്ല. മാത്രമല്ല, അവരിങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ അവരെ മനോമണ്ഡലത്തെ സൂക്ഷിച്ചത് ഈ ആശയങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഇവർ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ സംസ്കാരം, ആചാരം, പ്രചാരം പ്രചരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വൈദിക കൃതികളൊക്കെ അലിഖിത സാഹിത്യമായിരുന്നു. അത് ചൊല്ലുന്ന രീതി തന്നെ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കും അല്ലേ? ചൊല്ലി പഠിപ്പിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കാണിച്ച് നീട്ടി കുറുക്കി വേദം പഠിക്കുന്ന അങ്ങനെയാണ്. കവിത ചൊല്ലുന്ന പോലെ വേദം ചൊല്ലാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പുസ്തകം വായിച്ചൊന്നും വേദം പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വേദം പഠിക്കണേ തന്നെ ചുരുങ്ങിയതൊരു 12 വർഷത്തിലും വേണം. 4 വേദം പഠിക്കണമെങ്കിൽ വയസ്സ് പകുതിയിലും 40-50 വർഷം വേണം അല്ലേ? അപ്പൊ പലരും എന്ത് ചെയ്യും, ഓരോ വേദത്തിനും ഓരോ അധികാരികളെ ആക്കി. നിങ്ങൾ ഈ ഭാഗം പഠിച്ചാൽ മറ്റൊരു ഈ ഭാഗം അല്ലേ? അപ്പൊ അതുകൊണ്ട് വേദി, ദ്വിവേദി, ത്രിവേദി, ചതുർവേദി എന്ന പേരുകളൊക്കെ വന്നു. നമ്മളെ അവേദികളാണ്. ഒന്നും അബദ്ധത്തിൽ പോലും പഠിക്കാൻ സമയമില്ലല്ലോ അത്. പേര് പിന്നെ ഇപ്പൊ ഉള്ള ഈ ത്രിവേദി, ചതുർവേദി എന്നൊക്കെ പറഞ്ഞാൽ ദേവീത് അങ്ങനെ പഠിച്ചിട്ടല്ലേ കേട്ടോ. പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കുടുംബത്തിൽ ആരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുടുംബ പേര് വലിയ അഭിമാനപൂർവ്വം കൊണ്ടുവരും അല്ലേ? നോർത്തിലൊക്കെ പലരും ഉണ്ട് ഈ പേരില്. അനേക ഗ്രന്ഥധാരണാശക്തിയാണ് മേധ എന്ന് പറയുന്നത്. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യരുടെ ശിഷ്യനായ സുരേശ്വരാചാര്യരാണ് ഇത് എഴുതിയത്. അതിന് ശങ്കരാചാര്യക്കാരും പ്രായം ഉണ്ടായിരുന്നു. നേരത്തെ മണ്ഡലമിശ്രൻ എന്ന വലിയ കർമ്മകാണ്ഡിയായിരുന്നു അദ്ദേഹം. അപ്പൊ ആ കർമ്മകാണ്ഡിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരു കുമാരല ഭട്ടൻ ദേഹത്യാഗമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ശങ്കരാചാര്യരോട് പറഞ്ഞു, അങ്ങന്റെ ശിഷ്യനായ മണ്ഡലമിശ്രനെ പോയി വാദത്തിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ശിഷ്യനാക്കി കഴിഞ്ഞാൽ അങ്ങയുടെ ഈ പ്രചരണം വളരെ എളുപ്പമാകും. അങ്ങനെ മണ്ഡലമിശ്രനെ തിരക്ക് നടന്നു. അദ്ദേഹം താമസിക്കുന്ന ഗ്രാമത്തിലെത്തി. വഴി ചോദിച്ചപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, തത്തകൾ പോലും, വളർത്തുന്ന പക്ഷികൾ പോലും വേദം ഉച്ചരിക്കുന്ന ഒരു ഗ്രഹമുണ്ട് ഇവിടെയുണ്ട്, അവിടെ അതാണെന്ന്. നമുക്ക് അങ്ങനെയാണ്. അദ്ദേഹം അവിടെ വാതിലൊക്കെ ബന്ധിച്ചെന്തോ പിതൃപൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് കർമ്മകാണ്ഡിയല്ലേ, അദ്ദേഹം യോഗശക്തി കൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചു. അപ്പൊ ഈ തലമുണ്ടനം ചെയ്ത സന്യാസി ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടപ്പം മണ്ഡലമിശ്രൻ വളരെ കോപിഷ്ഠനായിട്ട് സംസാരിച്ചു. നിനക്കെന്താ ഇവിടെ കാര്യം? മുണ്ടനം ചെയ്ത ആൾക്ക് പരിഹസിച്ചു, വളരെ ക്രൂരമായി സംസാരിച്ചു. അപ്പൊ മറ്റാചാര്യന്മാരൊക്കെ പറഞ്ഞു, സന്യാസിമാര് വന്ന് അങ്ങനെ പെരുമാറാൻ പാടില്ല, അവർക്ക് എന്തെങ്കിലും ഭിക്ഷ കൊടുത്ത് അവർ പൊക്കോളും, വേറെ ഇങ്ങനെ അങ്ങ് വലിയ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇരുന്ന് അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, ശരി എന്ത് ഭിക്ഷയാ വേണ്ടതെന്ന്? വേറെ ഒന്നും വേണ്ട, വാദഭിക്ഷ കിട്ടിയാൽ കൊള്ളാമോ? അത് ശരി, നിങ്ങളെ ഞാൻ കാത്തിരിക്കുമായിരുന്നു, വലിയ പണ്ഡിതനാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ വാദഭിക്ഷ നിശ്ചയിച്ചു. പിറ്റേന്നോട്ട് ആരംഭിക്കാം. അപ്പൊ എല്ലാവരെയും വിവരമൊക്കെ അറിയിച്ചു. ഒരാളും പണ്ഡിതന്മാരൊക്കെ കേൾക്കാൻ വന്നു. വിദ്യുൽ സദസ്സിലാണ് വാദം.
ജയിക്കുന്നയാൾ തോൽക്കുന്നയാളുടെ ശിഷ്യനാവണം. അതാണ്. ഇപ്പൊ ശങ്കരാചാര്യ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാവ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് കുടുംബയൊക്കെ വളർത്തി വെള്ളവസ്ത്രം ധരിച്ച് നാളെ മണ്ഡലമിശ്രന്റെ പരികർമ്മയായിട്ട് പോകണം. തിരിച്ചാണെങ്കിൽ ഇദ്ദേഹം സന്യാസിയായിട്ട് വേണം. ഇങ്ങനെയായിരുന്നു. അപ്പൊ ഒരു റഫറി വേണമല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ മണ്ഡലമിശ്രൻ പറഞ്ഞു, എൻ്റെ ഭാര്യ വളരെ പണ്ഡിതയാണ്, അവള് റഫറിയാകാൻ നിൽക്കെ ഒരു കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് ആരും സമ്മതിക്കുമോ? ശത്രുവിന്റെ ഭാര്യ തന്നെ റഫറിയായിട്ട് നിൽക്കുക, മധ്യസ്ഥയായിട്ട് നിൽക്കുക. ഒരു മധ്യസ്ഥയാവുമ്പോൾ തീർച്ചയായിട്ടും ഈ പണ്ഡിതന്മാരുടെ ഒപ്പമോ അതിൽ കൂടുതൽ അറിവ് വേണം, ഇല്ലേ? നല്ല ഇപ്പൊ ഈ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ, അല്ലെ ഡിസ്കഷനൊക്കെ മോണിറ്റർ ചെയ്യാൻ ആൾ വേണം, അല്ലെ? അവർക്ക് അതിലേക്കാരും അറിവ് വേണം, നല്ലേ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു, എൻ്റെ ഭാര്യ നല്ല പണ്ഡിതയാണ്, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. സാക്ഷാൽ സരസ്വതി ദേവിയുടെ അവതാരം എന്നാ പറഞ്ഞത്, സരസ്വവാണി. അപ്പൊ അവര് എന്ത് ചെയ്തു? രണ്ടുപേരെയും കഴുത്തിൽ ഓരോ മാല ഇട്ടു, കൊടുത്തിട്ട് ഇട്ടോളാൻ പറഞ്ഞു. ആരുടെ മാലയാണോ ആദ്യം വാടുന്നത് അവര് വാദത്തിൽ പരാജയപ്പെടും. അങ്ങനെ 27 ദിവസം വാദം തുടർന്നു. 28ാം ദിനം ഉച്ചയ്ക്ക് സാധാരണഗതിയില് ഭർത്താവിന് ഗൃഹസ്ഥാശ്രമിയല്ലേ ഭക്ഷണം കഴിക്കാനും സന്യാസിയായ ആചാര്യസ്വാമികളെ ഭിക്ഷയ്ക്ക് വേണം വിളിക്കാറ്. 28ാം ദിവസം ഉച്ചയ്ക്ക് രണ്ടുപേരും ഭിക്ഷ കഴിക്കാൻ വരൂ എന്നാണ് വിളിച്ചത്. മണ്ഡലമിശ്രൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ മാല നോക്കി, മാല കരിഞ്ഞു കിടക്കുന്നു. ഭാര്യ തന്നെ സർവേ ചെയ്ത് അംഗവാദത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ കർമ്മമാർഗം ഉപേക്ഷിച്ച് ശങ്കരാചാര്യ ശിഷ്യനായി സുരേശ്വരാചാര്യായി മാറി. അപ്പൊ അദ്ദേഹം കർമ്മകാണ്ഡത്തിലെ അവഗാണൻ പണ്ഡിതനായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹം നിഷ്കർമ്മസിദ്ധി ഇതിനെക്കുറിച്ച് അധികാരിമായ ഗ്രന്ഥം എഴുതാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹം തന്നെയാണ്. അതെഴുതി. എന്നിട്ട് അദ്ദേഹം ഈ കൃതിയൊക്കെ ആചാര്യസ്വാമികളെ മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു, ഒരാവർത്തി. വളരെ തൃപ്തിയായി അദ്ദേഹം വായിച്ചു കേട്ടപ്പോൾ. പിന്നീട് അദ്ദേഹം രാമേശ്വരത്തേക്ക് തീർത്ഥയാത്രയ്ക്ക് പോയി. പോകുന്ന വഴിക്ക് ഈ ഗ്രന്ഥവും കൊണ്ടുപോയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു അമ്മാവന്റെ വീട്ടിൽ താമസിച്ചു. മലയാളക്കരയിൽ എവിടെയോ, പർവ്വത്തോ എവിടെയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ കൃതിയെല്ലാം വായിച്ച് അമ്മാവനെ കേൾപ്പിച്ചു. അവരൊക്കെ പന്നി കർമ്മകാണ്ഡികളാണ്. അപ്പോഴാണ് അതിനെ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഈ നിഷ്കർമ്മസിദ്ധി അവരെ വായിച്ചു കേൾപ്പിച്ചത്. അമ്മാവനാകെ ഭയമായി. ഇത് പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമാണ്ഡം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു, എനിക്കിത് വളരെ ഗംഭീരമായിട്ടുണ്ട്. മരുമനെ അഭിനന്ദിച്ചു. ഒന്നുകൂടെ ഒന്ന് വായിച്ചു പഠിക്കണം എന്നുണ്ട്. ഇങ്ങനെ രാമേശ്വരത്ത് പോലെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കൃതി കൊണ്ടുപോവാ, അതുവരെ എന്നോടെ. അതിനെന്താ ഇവിടെ വെച്ചു പോയി. അദ്ദേഹം രാമേശ്വരത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് അങ്ങേറ്റം അസൂയയും ദേഷ്യമൊക്കെ വന്ന ഈ അമ്മാവൻ ആ ഗ്രന്ഥം വെച്ചിട്ട് ഇല്ലം തന്നെ തീയിട്ട് കളഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഇല്ല അവിടെ. അപ്പോ അമ്മാവനും ഇവരൊക്കെ വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുന്നു. തീപിടുത്തുണ്ടായി. എനിക്കില്ലം തീ പിടിച്ചാലല്ല ദുഃഖം, അത്രയും ശ്രേഷ്ഠ ആ ഗ്രന്ഥം നശിച്ചു പോയി. എൻ്റെ അകത്ത് എലിയെ പേടിച്ചില്ലം തീവിടുക എന്നൊക്കെ ശരിക്കും അങ്ങനെ ആ ഒരു ഇതില് ആ ഗ്രന്ഥം ചുടാൻ വേണ്ടി ഇല്ലം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ വളരെ വിഷമിച്ചു പോയി അദ്ദേഹം. തിരിച്ച് ആചാര്യസ്വാമിയുടെ അടുക്കിലേക്ക് വരാൻ പോലും തോന്നിയില്ല. പിന്നീട് കുറെ നാളൊക്കെ ശേഷം തിരിച്ചു വന്നു. അദ്ദേഹം വളരെ വിഷമിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല, അങ്ങ് ഓലയും എഴുത്താണിയൊക്കെ എടുത്തോളാൻ. കാരണം പോകുന്നതിന് മുമ്പ് മുഴുവൻ ആചാര്യസ്വാമികളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടാണ് പോയതല്ലേ. അന്ന് കേട്ട ഓർമ്മ വെച്ച് അത് മുഴുവൻ വീണ്ടും പറഞ്ഞു കൊടുത്തു. ശിഷ്യൻ വീണ്ടും എഴുതിയെടുത്തു. അങ്ങനെ ശിഷ്യന്റെ കൃതി ആചാര്യൻ പറഞ്ഞു കൊടുത്ത് വീണ്ടും എഴുതിയതിനാൽ ഈ കൃതി വളരെ ശ്രേഷ്ഠമായിട്ടാണ് കരുതുന്നത്, നിഷ്കർമ്മസിദ്ധി. ഇതൊക്കെ നടന്നിട്ട് അധിക കാലമൊന്നും ആയില്ല. അപ്പൊ മേധ എന്നൊക്കെ പറഞ്ഞാല് അതായത് പഠിപ്പിച്ചതിന് അത്രമാത്രം ഓർമ്മശക്തി അല്ലേ, ദൃഷ്ടി, ഉൾക്കാഴ്ച, അപഗ്രഥന സാമർഥ്യം, നിരീക്ഷണ പാടവം. പൂജ്യ ഗുരുദേവനൊക്കെ വളരെ കൂടുതലായിരുന്നു. 10,000-കണക്കിന് ആൾക്കാരെ യജ്ഞത്തിനൊക്കെ വന്നിട്ട് ചിലരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരെ കണ്ടില്ലേ, പിറ്റേ ദിവസം ചോദിക്കുക എന്ത് ഇന്നലെ കണ്ടില്ലേന്ന്. അത്ര ഒരു അല്ലേ സ്വാമിയെ കണ്ടില്ലൊക്കെ അറിയാം. അപ്പൊ ദൃഷ്ടി എന്ന് വെച്ചാൽ നിരീക്ഷണം. ഇംഗ്ലീഷില് നമ്മൾ വീക്ഷണം എന്നും നിരീക്ഷണം എന്നും പറയാറുണ്ട് അല്ലേ. പെർസെപ്ഷൻ ആൻഡ് ഒബ്സർവേഷൻ.
അപ്പൊ വീക്ഷണം എന്നാൽ പെർസെപ്ഷൻ, പെർസെപ്ഷൻ അല്ലേ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷണം. അപ്പൊ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിരീക്ഷണമാണ്. ധൃതി, ധൃതി, ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം. പല വിധത്തിലുള്ളതായ വെല്ലുവിളികള്, പരാജയങ്ങള്, ഇതൊക്കെ ജീവിതത്തിൽ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മതി എന്നൊരു തോന്നലൊക്കെ വരും നമുക്കില്ലേ. ഓ മടുത്തു, ഇനി വയ്യ. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ വരുമ്പോൾ ഉത്സാഹത്തോടെ അതിനെ നേരിടുവാനുള്ള കഴിവ്, ധൃതി, തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അതിനെടുക്കുക, തളരാതെ മുന്നേറുക. ഇതൊരു വാശിയല്ല, കൂടുതൽ കൂടുതൽ അനുഭവങ്ങളെ നേരിടുമ്പോൾ പക്വതയോടെ നേരിടാനുള്ള കഴിവ്, ധൃതി. പക്വമായ മനസ്സിന്റെ ഒരു വളർച്ചയാണ്. അത് അഹങ്കാരത്തിൻ്റെതല്ല, നമുക്കതിനെ അതിജീവിക്കാം. ഈ അനുഭവങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. അങ്ങനെ തോന്നലിൽ നിന്നുണ്ടാവുന്ന ആന്തരിക ഊർജത്തിന്റെ സമാഹരണത്തെയാണ് ധൃതി എന്ന് പറയുക. നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കരചരണങ്ങളെല്ലാം പോയി ലയിക്കൂല്ലേ, വിശ്രാന്തിയിലേക്ക് പോകും. പിന്നീട് രാവിലെ എഴുന്നേൽക്കുക നവോന്മേഷത്തോടു കൂടി വീണ്ടും പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇതിനെയും ധൃതി എന്ന് പറയാം. തൽക്കാലം എല്ലാം പോയി വിശ്രമത്തിൽ പോയി വീണ്ടും രാവിലെ എഴുന്നേൽക്കുക നല്ല ഉന്മേഷമല്ലേ, അതിനെ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നു ധൃതി. മതി, മതി എന്ന് പറഞ്ഞാല് വിചാര സാമർഥ്യം. മലയാളത്തിലെ മതിയല്ല, വിചാര സാമർഥ്യം, മതിഹി. വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുക. മനീഷ, നിഗമന സാമർഥ്യം. നമ്മൾ ചിന്തയിലൂടെ ഒരു നിഗമനത്തിൽ എത്തുന്നു. ആ നിഗമനത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകുന്ന ഒരു കൺക്ലൂഷൻ, അതിനെയാണ് ജ്യൂതി. മനുഷ്യ മനസ്സിലുണ്ടാവുന്നതായ മ്ലാനത, വൈഷമ്യം, ഇതിനെയാണ് ജ്യൂതി എന്ന് പറയുന്നത്. കുറെ സംസ്കൃത ടേംസ് പരിചയപ്പെടുക. സ്മൃതി, ഓർമ്മശക്തി. കേൾക്കുമ്പോൾ എല്ലാം ഒന്ന് തോന്നും, പക്ഷെ ഓരോന്നും വ്യത്യസ്ത അർത്ഥമാണ്. സ്മൃതി, ഓർമ്മശക്തി. സങ്കല്പം, ഭാവനാശക്തി. പലതിനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, സങ്കല്പം. ക്രതുഹു, ചിന്തയുടെ ദാർഢ്യത്തെയാണ് ക്രതു എന്ന് പറയുന്നത്. അസുഹു, പ്രാണശക്തി, ജീവിക്കാനുള്ള അഭിനിവേശം. അപ്പൊ എത്രത്തോളം വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായാലും ജീവിക്കണം ജീവിക്കണം എന്ന ചിന്ത, ഇത് മനസ്സ് തളരാതെ ഇരുന്നാലേ സാധിക്കുള്ളൂ അല്ലേ. വീൽ ചെയറിൽ ജീവിച്ച് ലോകപ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, സ്റ്റീഫൻ ഹോക്കിൻസ് അല്ലേ. അടുത്ത കാലത്താണ് മരിച്ചത് അല്ലേ. ഒരു നനഞ്ഞ തലയിണ്ണ കൊണ്ട വെച്ച വീൽ ചെയർ വെച്ച എങ്ങനെയുണ്ടാവും, അങ്ങനെ ചെന്നു അദ്ദേഹം. ആകെ ഇത് ഈ ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. കൈ എന്താ ഒന്നും ശരി എന്തല്ല. ഐൻസ്റ്റീന് ശേഷം ഏറ്റവും കൂടുതൽ തലച്ചോറ് പ്രവർത്തിച്ച ആളാണ് പറയുന്നത്. കാമ. അപ്പൊ വിഷയങ്ങളെ അനുഭവിക്കുവാനുള്ള, അവയെ തൻ്റേതാക്കുവാനുള്ള മമത്വഭാവത്തിലുള്ള ആഗ്രഹത്തെയാണ് കാമം എന്ന് പറയുക. എല്ലാം തൻ്റെ ആകണല്ലേ കാമം. വശഹ, വിഷയങ്ങളിലുള്ള ആസക്തി, ഒട്ടിച്ചേരുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതി സർവാണി ഏതാനി
പറഞ്ഞതെല്ലാം മനുഷ്യ മനസ്സിനെ കുറിച്ച് എത്രത്തോളം സുശക്തമായി നമ്മുടെ പൂർവികർ നിരീക്ഷണം നടത്തിയിട്ടൊന്ന് ആലോചിച്ചു. ഓരോരോ ഭാവങ്ങളാണ് എടുത്തു പറഞ്ഞത്. മനസ്സൊരു വലിയ സംഭവം തന്നെയാണല്ലേ. അങ്ങനെ ഇതൊക്കെ പ്രജ്ഞാനസ്യ നാമധേയാനി ഭവന്തി. ഇതൊക്കെ തന്നെ പ്രജ്ഞാനസ്യ ബോധത്തിന്റെ നാമങ്ങളാണ്. നമ്മൾ പ്രജ്ഞാനം ബ്രഹ്മയിലേക്ക് പോവുകയാണ്. ഇതിന്റെ നാമങ്ങളൊക്കെ പറഞ്ഞത്. കാരണം മനസ്സ് പ്രവർത്തിക്കുന്നത്, മനസ്സ് ചൈതന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. സ്വയം മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഉറങ്ങുമ്പോൾ മനസ്സുണ്ടോ? ഉറങ്ങുമ്പോൾ മനസ്സുണ്ട്, ആർക്കും ഉറങ്ങാൻ പറ്റില്ല. കാരണം ചിന്തകളാണ് മനസ്സല്ലേ. അപ്പോ മനസ്സ് പോയില്ലേ. അതുകൊണ്ടാണ് പലരും പറയാറുണ്ട്, ഉറക്കത്തിൽ സ്വപ്നം കാണും. ഉറക്കത്തിൽ സ്വപ്നം കാണാൻ പറ്റുമോ? ഇല്ല. സുഷുപ്തിയിൽ സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം ഉറക്കത്തിൽ മനസ്സ് പോയി ലയിച്ചു. നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. മനസ്സിലെ പൂർവ്വകാല അനുഭവങ്ങളും ചിന്തകളുമാണ് സ്വപ്നത്തിലേക്ക് വരുന്നത് അല്ലേ. ഡെഫിനിഷൻ ഒക്കെ പഠിച്ചതല്ലേ. അതുകൊണ്ട് ഉറക്കത്തിൽ സ്വപ്നം കാണില്ല, സുഷുപ്തിയിൽ സ്വപ്നമില്ല. സ്വപ്നാവസ്ഥയാണത്. അവിടെ മനസ്സുണ്ട്. പക്ഷേ സുഷുപ്തിയിലോ ആ മനസ്സിന്റെ അഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് പ്രജ്ഞ. ഉണർന്നു കഴിഞ്ഞാലോ മനസ്സിന്റെ സ്വഭാവങ്ങളായ ജ്ഞാനം, വിജ്ഞാനം, പ്രജ്ഞാനം, മേധ, ജ്യോതി, സ്മൃതി ഇതൊക്കെ പ്രകാശിക്കും. ഉണർന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ എല്ലാം വീണ്ടും ഉണർന്നു വരും. അപ്പൊ സൂര്യപ്രകാശത്തെ ഒരു പ്രിസത്തിലൂടെ നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കളറുകൾ കാണാം അല്ലേ. പക്ഷെ കളറുകളൊക്കെ എന്താണ്? സൂര്യപ്രകാശം തന്നെയാണ്. കണ്ണുകൊണ്ട് കാണുന്നു, അത് കണ്ണെന്ന ഉപാധിയിലൂടെ അതിനെ പ്രകാശിപ്പിക്കുന്നു. നാം ഒരു കടൽ കാണുമ്പോൾ കടൽ സൂര്യപ്രകാശത്താൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണല്ലേ. അതുപോലെ ബോധം തന്നെയാണ് മേധ, ബോധം തന്നെയാണ് സ്മൃതി, ബോധം തന്നെയാണ് സങ്കല്പം. ഇവിടെ എല്ലാമായിരിക്കുന്നത് ബോധം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ഭഗവാന്റെ വൈഭവങ്ങളാണ് സ്വാസ്ഥ്യവും അസ്വാസ്ഥ്യവും എല്ലാം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. പൂജ്യ ഗുരുദേവ് പറയും, ട്രെയിൻഡ് യുവർ മൈൻഡ് ടു എൻജോയ് യുവർ സഫറിങ്സ് എന്ന് പറയും. ട്രെയിൻഡ് യുവർ മൈൻഡ് ടു എൻജോയ് യുവർ സഫറിങ്സ്. കേൾക്കുമ്പോൾ നമുക്കൊരു സുഖയില്ലായ്മയൊക്കെ തോന്നും അല്ലേ. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പ്രാക്ടീസ് ട്രെയിനിങ് കൊടുക്കണം. പക്ഷെ അത് വേദാന്തത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ സർവാണി ഏതാനി പ്രജ്ഞാനസ്യ നാമധേയാനി ഭവന്തി. ഇതൊക്കെ ബോധത്തിന്റെ വ്യത്യസ്തങ്ങളായ പേരുകളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അടുത്ത മന്ത്രം അതിസുപ്രധാനമായി സനാതനധർമ്മത്തിലെ അതിപ്രധാനമായ മഹാവാക്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മളെ ഇന്നും എല്ലാ ദാർശനിക സാഹിത്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അനനുകരണീയമായ ഈ ഒരു ശൈലി, അതിനെ അന്യഥാവൽക്കരിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. മനുഷ്യൻ എത്രമാത്രം ഔന്നത്യത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഈ മന്ത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ മന്ത്രം, ഏഷ ബ്രഹ്മേഷ ഇന്ദ്ര ഏഷ പ്രജാപതിരേതി സർവേ ദേവാ ഇമാനി ച പഞ്ചമഹാഭൂതാനി പൃഥിവി വായുരാകാശ ആപഃ ജ്യോതിംഷി ഇതി ഏതാനി ഇമാനി ച ക്ഷുദ്രാണി ക്ഷുദ്രമിശ്രാണി ഇവ ബീജാനി ഇതരാണി ച
ഇതരാണി ച അണ്ഡജാനി ച ജാരുജാനി ച സ്വേദജാനി ച ഉൽബിജാനി ച അശ്വാഗാവഃ പുരുഷാ ഹസ്തിനോ യത്കിഞ്ചേദം പ്രാണിജംഗമം ച പദത്രീ ച യച്ച സ്ഥാവരം സർവം തത്പ്രജ്ഞാനേത്രം പ്രജ്ഞാനാ പ്രതിഷ്ഠിതം പ്രജ്ഞാനേത്രോ ലോകഃ പ്രജ്ഞാ പ്രതിഷ്ഠിത പ്രജ്ഞാനം ബ്രഹ്മ ഏഷ ബ്രഹ്മേഷ ഇന്ദ്ര ഏഷ പ്രജാപതിരേതി സർവേ ദേവാ ഇമാനി ച പഞ്ചമഹാഭൂതാനി പൃഥിവി വായുരാകാശ ആപഃ ജ്യോതിംഷി ഇതി ഏതാനി ഇമാനി ച ക്ഷുദ്രമിശ്രാണി ഇവ ബീജാനി ഇതരാണി ച അണ്ഡാനി ച ചാരുജാനി ച സ്വേദജാനി ച ഉൽബിജാനി ച അശ്വാഗാവഃ പുരുഷാ ഹസ്തിനോ യത്കിഞ്ചേതം പ്രാണിജംഗമം ച പദത്രീ ച യച്ച സ്ഥാവരം സർവം തത്പ്രജ്ഞാനേത്രം പ്രജ്ഞാനേ പ്രതിഷ്ഠിതം പ്രജ്ഞാനേത്രോ ലോകഃ പ്രജ്ഞാനാ പ്രതിഷ്ഠിത പ്രജ്ഞാനാ പ്രതിഷ്ഠ പ്രജ്ഞാനം ബ്രഹ്മ. അപ്പൊ എന്താണ് ശിഷ്യൻ ഇവിടെ ചോദിച്ചത്? ഏതൊരു ആത്മാവിനെയാണോ ഞാൻ ഉപാസിക്കേണ്ടത്? സൃഷ്ടിക്ക് മുമ്പുള്ള ആത്മാവിനെയാണോ, സൃഷ്ടിയിൽ പ്രവേശിച്ച ആത്മാവിനെയാണോ? ഇതാണ് ചോദ്യം. ഇതിന് രണ്ടിനും ഉത്തരം പറയുന്നില്ല. അതായത് നമ്മൾ സ്വയം നിഗമനത്തിൽ എത്തണേ. പണ്ടൊക്കെ ഗുരുക്കന്മാർ അങ്ങനെയാ ചെയ്തത്. ഉത്തരം എഴുതിക്കോളൂ എന്ന് പറയാറില്ല. സ്വാഭാവിക ആത്മാവിനെയാണോ ഉപാസിക്കേണ്ടത്? സൃഷ്ടിക്ക് മുമ്പുള്ള നിരുപാധിക ആത്മാവിനെയാണോ ഉപാസിക്കേണ്ടത്? ഇത് ഉറപ്പിച്ച് പറയാതെ ഒരു നിശ്ചയത്തിലെത്തുവാൻ പറയുകയാണ് നമ്മളോട്. ഏഷ ബ്രഹ്മ ഏഷ. ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മം തന്നെ. ഇതിനെയാണ് അപരാബ്രഹ്മം എന്ന് പറയുന്നത്. അപരാബ്രഹ്മം എന്ന് വെച്ചാൽ നശ്വരമായത്, സ്ഥിരമല്ലാത്തത്. ഗീത 15-ാം അധ്യായത്തിൽ 2 പദങ്ങളുണ്ട്. ക്ഷരമെന്നും അക്ഷരമെന്നും ലോകങ്ങൾ, അല്ലേ? ക്ഷര സർവാണി ഭൂതാനി. അപ്പൊ പ്രത്യക്ഷമായി കാണുന്ന സകല ചരാചരങ്ങളും ക്ഷരമാണ്. പ്രത്യക്ഷപ്പെട്ട പ്രപഞ്ചവും ഈശ്വരൻ തന്നെയാണ്. പക്ഷെ എങ്കിലും അവയ്ക്ക് സ്ഥായിത്വമില്ല, സ്ഥിരതയില്ല. സ്ഥിരത ഇല്ലെങ്കിലും ഈ സ്ഥിരത ഇല്ലായ്മ ഇവിടെ സ്ഥിരമാണ്. അസ്ഥിരത സുസ്ഥിരമാണ് ഇവിടെ. അതാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സാങ്കേതികമായി വേദാന്ത ശാസ്ത്രത്തിൽ ഇതിനെ പ്രവാഹ നിത്യത്വം എന്നാണ് പറയുക. പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു നദിയിലെ വെള്ളം, അല്ലേ? ഒന്ന് മുങ്ങിയിട്ട് അതേ വെള്ളത്തിൽ വീണ്ടും പൊങ്ങാൻ പറ്റുമോ? വേറെ ഒന്ന് കഴിഞ്ഞപ്പോൾ. ഏഷ ബ്രഹ്മ, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം. ഏഷ ഇന്ദ്ര, ഭൗതിക ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായ ദേവേന്ദ്രൻ. ഏഷ പ്രജാപതി,
ഇക്കാണുന്ന സകല ഭൗതിക പ്രപഞ്ചത്തിലും പ്രവേശിച്ചതായ ആത്മാ പ്രജാപതി സമഷ്ടി സ്ഥൂല ശരീരങ്ങളിലൂടെയും സമഷ്ടി സൂക്ഷ്മ ശരീരത്തിലൂടെയും പ്രവഹിക്കുന്ന ശക്തിയാണ് പ്രജാപതി എന്ന് പറയുക. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഓരോ വാക്കുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളേ. പ്രജാനം, അധിപതി, പ്രജാപതി. സാധാരണ വ്യക്തി പക്ഷെ 100 കോടി ജനതയുടെയും സമ്മതം കിട്ടുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവും അല്ലേ? സ്വാഭാവികമായിട്ട് അദ്ദേഹം ഈ കാണുന്ന മുഴുവൻ പ്രജകളുടെയും അധിപതിയല്ലേ? അതുപോലെ സകല ചരാചരങ്ങളുടെയും അധിപതി. നേരത്തെ നമ്മൾ ഈശ്വരൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഈശ്വരൻ, ബ്രഹ്മ അല്ലേ? അത് തന്നെ പ്രജാപതി. സർവേ ദേവ, ഈ കാണുന്ന സമസ്ത ദേവന്മാരും 33 കോടി ദേവന്മാർ എന്നൊക്കെയാണ് നമ്മൾ കണക്ക് പറയുന്നത്. അവരെല്ലാം സർവേ ദേവ ഈമാനിച്ച പഞ്ചമഹാഭൂതാനി, ഇവിടെ കാണുന്നതായിട്ടുള്ള 5 മഹാഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പൃഥിവി, വായു, ആകാശം, ആപഹ, ജ്യോതി, ഏതാനി ച ക്ഷുദ്രാണി മിശ്രാണി ച. അതുപോലെ പഞ്ചമഹാഭൂതങ്ങളും അവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായ സകല ഭൂതജാലങ്ങളും ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ ജീവജാലങ്ങൾ പോലും, കൃമികീടാദികള്, ഈർപ്പത്തിൽ നിന്ന് ജനിക്കുന്ന ജീവികള്, മിശ്രാണി സമ്മിശ്രങ്ങളായ ജീവജാലങ്ങൾ, ബീജാനി ഇതരാണി അസംഖ്യങ്ങളായ ജീവജാലങ്ങളുടെ സാധ്യതകൾ, ബീജങ്ങൾ, വിത്തുകൾ. അപ്പൊ ജന്തുലോകങ്ങളുടെ അറിയപ്പെട്ട കണക്ക് നോക്കുമ്പോൾ ഇനി എത്രയോ അറിയാൻ കിടക്കുന്നു അല്ലേ? മനുഷ്യന്റെ സെൻസസ് ഒക്കെ എടുക്കാം, കുറച്ചറിയപ്പെടുന്ന ജീവികളുടെ എടുക്കാൻ പറ്റും. പക്ഷെ കാട്ടിൽ കഴിയുന്ന ഈ ചെറിയ ജീവികളുടെയും ഒക്കെ എങ്ങനെയാ സെൻസസ് എടുക്കാൻ പറ്റുക, കണക്കെടുക്കാൻ പറ്റുക? ഈ സാരികളുടെ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്, പുതിയ പുതിയ വെറൈറ്റി സാരികളൊക്കെ എങ്ങനെയാ ഡിസൈൻ ചെയ്യുന്നത്? ചിത്രശലഭങ്ങളുടെ ഡിസൈനാണ് അത്രേ. അപ്പൊ ആരാ അത് കൊണ്ടുവരുന്നത്? പ്രകൃതി തന്നെ അല്ലേ? അല്ലാതെ മനുഷ്യന് ഇത്രമാത്രം വെറൈറ്റി സാധനത്തിനെ ചിന്തിക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? ഇന്ന് വരെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയോട് ഈശ്വരൻ കോപ്പിറൈറ്റ് ചോദിച്ചിട്ടില്ല. അതൊക്കെ എത്ര കാലങ്ങളായിട്ടില്ലേ അതിനൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുവോളജി പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വലയായിട്ട് നടക്കുന്നതാണല്ലേ ഇത് പിടിക്കാനായിട്ട് പഠിക്കാൻ. അപ്പൊ കുറെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ ഡിസൈൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിലൊക്കെ കാണാല്ലേ, പുതിയൊരു ചിത്രശലഭത്തിനെ കണ്ടി, പുതിയ ജീവിയെ കണ്ടെത്തി എന്ന് അതിന്റെ ചിത്രമൊക്കെ കാണും അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ അനന്ത സാധ്യതകൾ നോക്കൂ. അതായത് നാം കണ്ടിട്ടുള്ള ജന്തുലോകത്തിന്റെ അളവ് വളരെ പരിമിതമാണ്. ഇനിയും മനുഷ്യൻ കണ്ടെത്താത്ത സസ്യവർഗങ്ങള്, ലോഹങ്ങൾ, ജീവജാലങ്ങൾ. നമ്മളൊക്കെ ഈ കണ്ണുകൊണ്ട് കാണുന്ന അല്പം മാത്രമാണ്. 2 വർഷം ലോകത്തെ നിശ്ചലമാക്കിയ ഈ കോവിഡ് അവനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? പക്ഷെ അവന്റെ ശക്തി അറിഞ്ഞു അല്ലേ? നമ്മൾ അല്പമേ ഇവിടെ കാണുന്നുള്ളൂ. കാരണം പുരുഷ സൂക്തത്തിൽ എന്താ പറഞ്ഞ പാദോസ വിശ്വാഭൂതാനി, അതിന്റെ കാലംശം കൊണ്ടാണ് ഈ സൃഷ്ടി മുഴുവൻ നിർവഹിച്ചതെന്ന് അറിയുന്നല്ലേ? അപ്പൊ ഭൂരിപക്ഷം കിടക്കുന്നേ ഉള്ളൂ. ഈ അല്പം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ പിന്നെ ബാക്കി വിശ്വത്തിന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഇതരാണി ചബീജാനി, വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങൾ, ബീജങ്ങൾ. 4 വിധത്തിലാണ് അത്രേ ഇവിടെ ജീവജാലങ്ങൾ അല്ലേ? അണ്ടജം, മുട്ട വിരിഞ്ഞുണ്ടാവുക. ഉൽബിജം, ഭൂമി പിളർന്നുണ്ടാകുന്ന സസ്യങ്ങൾ. സ്വേദജം, വിയർപ്പിൽ നിന്നുണ്ടാക്കുന്ന കൃമികീടാദികള്. പിന്നെ ജരായുജം, പ്രസവിച്ചുണ്ടാവും. എണ്ണമൊക്കെ കൂടിയിട്ടുണ്ടാവും. അശ്വ, ഗാവ, കുതിരകൾ, പശുക്കൾ. അപ്പൊ ഈ അണ്ടജവും ജരായുജവും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ കുതിരയും പശുക്കളൊക്കെ പറയുന്നത്? നേരത്തെ കുതിരയും പശുവിനെയും കാണിച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഓർത്തിട്ടായിരിക്കും. പുരുഷ ഹസ്തിനഹ, പുരുഷന്മാർ, ആനകൾ.
യത് കിഞ്ചിതം, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സമസ്തവും, പ്രാണി, ജംഗമം, പദത്രി, ശ്വസിക്കുന്നവയും, ജംഗമം ചലിക്കുന്നത്, പദത്രി എന്ന് പറന്നു നടക്കുന്നവ. ഇതെന്റെ ഗോഡൌൺ എല്ലാ വാഹനവും ഉണ്ട്. അതാണ് ഏറ്റ സ്ഥാവരം സർവം, ചലിക്കുന്നതും പർവ്വതം, ഭൂമി, ശിലകള്, ധാതുപദാർത്ഥങ്ങളല്ലേ, സർവം തത് പ്രജ്ഞാനേത്രം, എല്ലാം ബോധത്തിലേക്ക് നയിക്കുന്നതാണ്. നേത്രം എന്നാൽ നയിക്കുന്നത്, പരിപാലിക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ എന്താണ്? പ്രജ്ഞാനേ പ്രതിഷ്ഠിതം. ഈ പ്രപഞ്ചത്തിലെ സമസ്തവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ബോധത്തിലാണ്. മസ്താനി സർവഭൂതാനി, സർവഭൂതങ്ങളും എന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പ്രജ്ഞാനി ലോക പ്രജ്ഞാന പ്രതിഷ്ഠിത, സമസ്തവും പ്രജ്ഞയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണ് സത്യം. ഇതൊരു മഹാവാക്യമാണ്. 4 വേദങ്ങളിൽ 4 പ്രഖ്യാപനങ്ങളുണ്ട്. ആദ്യത്തെ പ്രഖ്യാപനം, എന്താണ് സത്യം? എന്താണ് സത്യം എന്നുള്ളതിന് ഇതിനും ഉപരിയായി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ബോധമാണ് സത്യം. പ്രജ്ഞാനം ബ്രഹ്മ. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഈ മഹാവാക്യം കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 4 മഹാവാക്യമുണ്ട് പ്രജ്ഞാനം. പ്രജ്ഞാനം ബ്രഹ്മ. ഇതിനെ നമ്മൾ സൂചനാവാക്യം എന്നാണ് പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, സൂചനാവാക്യം. രണ്ടാമത് പറയുന്നു തത് പ്രജ്ഞാനം. എന്താണ് പ്രജ്ഞാനം? തത്വമസി. സാമവേദത്തിൽ, ചാന്തോക്യ ഉപനിഷത്തിലെ, ഉദ്ധാലക ഛേദകേതു സംവാദത്തിൽ വരുന്നു. തത് ത്വം അസി, അത് നീ തന്നെയാവുന്നു. ആ സത്യം നീ തന്നെ. എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് പറയാം, അത് നീയതാ. ക്ഷുദ്രം, മിശ്രം തുടങ്ങിയ എല്ലാ ജീവികളോടും പറയാം, നീയതാണ്. അപ്പൊ രണ്ടാമത്തെ വാക്യത്തെ ഉപദേശകവാക്യം എന്ന് പറയുന്നു. ഉപദേശവാക്യം തത്വമസി. തത്വമസി പിന്നെ എല്ലാവർക്കും വളരെ ഫേമസ് ആണല്ലേ, ശബരിമല എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ വരാൻ കാരണം ഉപദേശം. ആരാധ എഴുതാൻ പറഞ്ഞത്? ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണല്ലേ. 1982 മുമ്പ് അവിടെ ഇല്ല ഇത്. അന്നാണ് സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് സ്ഥാപിച്ചത്. അപ്പോ 2 ഈ രണ്ടും സ്വയം മനനം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, ഇതിനൊക്കെ ഇങ്ങനെ മനനം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാക്യമാണ് അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാ തന്നെയാണ് ബ്രഹ്മം. അഥർവവേദത്തിലെ മുണ്ടക ഉപനിഷത്തിലാണ് ഇത് വരുന്നത്. അയമാത്മാ ബ്രഹ്മ. മനനത്തിലൂടെ എത്തിച്ചേർന്നതോടെ മനനവാക്യം എന്ന് പറയുന്നു. അവസാനം യജുർവേദത്തിലെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പ്രഖ്യാപനം അഹം ബ്രഹ്മാസ്മി. ഇതിനെ അനുഭവവാക്യം എന്ന് പറയാം. അനുഭവവാക്യം എന്ന് പറയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ ആളുണ്ടാവില്ല. അതാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അഹം ബ്രഹ്മാസ്മി എന്ന് പറയാല്ലേ. അങ്ങനെയൊക്കെ നോവലൊക്കെ ഉണ്ട്, അഹം ബ്രഹ്മാസ്മി. പൂജ്യ തപോൻ മഹാരാജ് പറയും അദ്ദേഹന്റെ ഒരു കൃതിയില്, ഈ കലിയുഗം ആരംഭിച്ചതോടുകൂടി എല്ലാവരും അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, ഹേ അച്യുത, അങ്ങ് ഇത്ര എളുപ്പമാണോ എല്ലാവർക്കും പ്രാപിക്കാൻ? ബദ്രീശ്വര സ്വതന്ത്രത്തിൽ ചോദിക്കുന്നതാണ്. അപ്പൊ ഒരിക്കലും സാധ്യമല്ല. തപസ്സുകൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഈ ബദരീശ സ്തോത്രമൊക്കെ എങ്ങനെയാ പഠിക്കുക?
ടെസ്റ്റായിട്ടൊക്കെ എടുക്കണ വലുതാണ്. ശരിക്കും ഞാൻ യൂട്യൂബിൽ അത് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ നമ്പർ അയച്ചു തരുവാണെങ്കിൽ ഞാൻ ആവശ്യമുള്ളതൊക്കെ ഇട്ടുതരാം. പഠിക്കണം തപോവൻസ്വാമിയുടെ ആ ഒരു കൃതി അത്യഗംഭീരാണ്. അതിൻ്റെ നമ്പറിലൊന്ന് അയച്ചു തന്നാൽ മതി. ആവശ്യമുള്ളവർക്ക് അത് ഓരോ ശ്ലോകമായിട്ട് ഇട്ടുതരാം. പറഞ്ഞുകൊണ്ടിരുന്നത് സമസ്തവും ബ്രഹ്മം, സമസ്തവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മത്തിലാണ്. ഈ ആത്മാവിനെയാണ് ഉപാസിക്കേണ്ടത്. അപ്പോ നേരത്തെ ചോദിച്ചു, സ്വാഭാവികമായ ആത്മാവിനെയാണോ നിരുപാധികമായ ആത്മാവിനെയാണോ എന്നല്ലേ? ഇവിടെ പറയുന്നു എല്ലാം ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഋഷീശ്വരന്മാരുടെ സമീപനത്തിൽ നാം സൃഷ്ടിക്കതീതമായ സത്യത്തെയോ സൃഷ്ടിക്കുള്ളിലുള്ള സത്യത്തെയോ അറിയുന്നില്ല. നാം പറയുന്ന സത്യം സൃഷ്ടിക്കതീതമാണെന്നോ സൃഷ്ടിക്കുള്ളിലുള്ളതാണെന്നോ അല്ല, സൃഷ്ടി തന്നെ സത്യമാണെന്നാണ്. അതാണ് സത്യം. സൃഷ്ടി തന്നെ സത്യം. അപ്പോ സർവ്വതും ഞാനാണെന്ന് പറഞ്ഞു. പ്രജ്ഞാനം ബ്രഹ്മം. നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നത് മുഴുവൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രജ്ഞാനം ഘനീഭവിച്ചതാണ്. അതുകൊണ്ട് വേണ്ട സമയങ്ങൾ പറയും, നിങ്ങളുടെ മനസ്സ് ഘനീഭവിച്ചതാണ് പർവ്വതം, ശിലകൾ, ഭൂമി. മനസ്സ് ദ്രവീകരിച്ചതാണ് സ്വപ്നത്തിലെ സമുദ്രം. ഒന്നും അതിനതീതമല്ല, അതിനുള്ളിലുമല്ല. ഇത് തന്നെയാണ് സത്യം. അപ്പൊ സമസ്തവും വാസുദേവ സർവമിതി ഈശാവാസ്യമിതം സർവം. എങ്ങനെ സമസ്തവും ഈശ്വര സ്വരൂപമാവുമ്പോഴാണ് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മേലോട്ടുയർന്നു പോകുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ. അഭിമന്യ തപോവൻസ്വാമികളൊക്കെ അനുനിമിഷം അതിനെ അനുഭവിച്ച് ജീവിച്ചയാളാണ്. അതാ പറഞ്ഞത്, അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റില്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈശ്വര ദർശനത്തെ വായിച്ചാൽ നമുക്ക്, ഹിമഗിരി വിഹാരം വായിക്കുമ്പോൾ വെറും യാത്രാവിവരണം അല്ല ഹിമഗിരി വിഹാരം. നടന്നു പോകുമ്പോൾ ഓരോന്നിലും ഇത് കാണിച്ചു തരുവാണ് നമുക്ക്. ഹിമാലയത്തിലെ ദൃശ്യങ്ങള്, ഈശ്വര വൈഭവം കാണിക്കുകയാണ് അവിടെ. ഒരു സന്ദർഭത്തില് അദ്ദേഹം ഗംഗാനദിയോട്, ഗംഗാസ്തോത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്, ഗംഗാനദിയോട് ചോദിക്കുന്ന നൂറിൽ പരം ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ദ്രവരൂപേണ ധാവതി. സത്യവും ജ്ഞാനവും അനന്തവുമായ ഗംഗ, ഹേ മാതാജി, അങ്ങ് ദ്രാവക രൂപത്തിൽ ഒഴുകുന്നതല്ലേ എന്ന്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ക്ഷീണിതനായ ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ഗ്രാമവാസികള്, പഹാടികള് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് പാല് നല്ല ചൂടാക്കി അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു, ഭക്തിപൂർവ്വം. അവർക്കൊക്കെ സാധുക്കളോട് വളരെ ഭക്തിയുള്ളവരാണ്. അതുകൊണ്ടാണ് സ്വാമിജി അവരൊന്നും ഈ സ്കൂളിലൊന്നും പോകാത്ത, ഈ ഹരിഹർ സ്കൂൾ തുടങ്ങാൻ തന്നെ കാരണം അതാണ്. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ദത്തെടുത്ത് നമ്മൾ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു ഹിമാലയത്തിലൊക്കെ ആദ്യം സ്ഥാപിച്ചത്. അപ്പൊ ഈ പാല് കുടിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, യോ ദേവോ ധേനുരൂപേണ ദുഗ്ധം പ്രസൂയതേ. ഏ ഭഗവാനെ, പശുവിന്റെ രൂപത്തിൽ വന്ന് ഈ പാല് തന്ന്, ഏതൊരു ദേവനാണോ പശുവിന്റെ രൂപത്തിൽ വന്ന് ഈ പാലിനെ തന്ന് എന്നെ അനുഗ്രഹിക്കുന്നത്, ആ ദേവൻ നമസ്തസ്മൈ നമസ്തസ്മൈ നമോ നമഃ. വീണ്ടും അദ്ദേഹം നടന്ന് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തി. നല്ല വെയിലാണ്, പക്ഷെ ആ വൃക്ഷത്തിന്റെ ആ ഛായയിലിരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആ ശീതളമയിൽ ക്ഷീണമെല്ലാം അകറ്റുമ്പോൾ പ്രാർത്ഥിക്കുന്നു, യോ ദേവോ വൃക്ഷരൂപേണ സ്തബ്ധഛായാം പ്രയച്ഛതി, നമസ്തസ്മൈ നമസ്തസ്മൈ നമോ നമഃ. ഏതൊരു ദേവതയാണോ വൃക്ഷത്തിന്റെ രൂപത്തിൽ തണലിനെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ഞാൻ നമസ്കരിക്കുന്നു. വനപ്രദേശത്തോടുകൂടി, അതായത് 30-40 കാലഘട്ടത്തിലൊക്കെ ഈ ഋഷികേശ് വരെ വനായിരുന്നു. ഈ ഹിമഗിരിവാരത്തിലൊക്കെ നരഭോജിയെ വെടിവെക്കാൻ വരുന്ന സായിപ്പിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്, ജനങ്ങൾ അത്രമാത്രം ഉപദ്രവിച്ചതിന്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഘോരമായ ഒരു നരിയുടെ ഗർജനം, വനം മുഴുവൻ ഞെടുങ്ങുന്നു. അപ്പൊ അദ്ദേഹം പറയും, യോ ദേവോ
വ്യാഘ്രരൂപേണ ഗർജത്തുർ ജീവനാന്തരേ തസ്മൈ നമോ നമഃ. ഏതൊരു ദേവനാണോ ക്രൂര സ്വഭാവമുള്ള നരിയുടെ രൂപത്തിൽ നിന്നുകൊണ്ട് ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് മറ്റുള്ളവ ജീവജാലങ്ങളെയൊക്കെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ നരിക്ക് ഞാനിതാ നമസ്കാരം പറയാം. ഇതാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഈ ഒരു ഭാവമാണ് ശരി. സമസ്തത്തിലും ഈശ്വരനെ ദർശിക്കുക, ഈശ്വര ദർശനം. എല്ലാത്തിലും ഭഗവാന്റെ വൈഭവം കാണാം. ഇങ്ങനെ സമസ്തത്തിലും ഈശ്വരനെ ദർശിക്കുവാൻ വേണ്ടിയാണ് ദിവസവും ഒരല്പസമയമെങ്കിലും കണ്ണൊക്കെ അടച്ചിരിക്കാൻ പറയുന്നത്. ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം ആക്കാൻ നോക്കണ്ട. ഒറ്റയ്ക്കൊക്കെ ഒന്ന് ഇരിക്കുക. വിയുക്തദേശം എന്നൊക്കെ പറഞ്ഞില്ലേ, 13 അധ്യായവും ഈ ഉപനിഷത്തോട്ട് എത്ര കണക്ഷനാണെന്ന് നോക്കൂ അല്ലേ. അപ്പോ ഒന്നിടയ്ക്കൊക്കെ ഒന്ന് ഇരിക്കുക, ദിവസം കുറച്ച് സമയം. ചിലരിയ്ക്കുന്ന കണ്ടാൽ മറ്റുള്ളവർക്ക് സഹിക്കുകയില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ എന്ന് ചോദിച്ചാൽ ഉടനെ കമ്പനി കൊടുക്കാൻ പോകും അല്ലേ. ഒറ്റയ്ക്കിരിക്കണം, പ്രകൃതിയെ വീക്ഷിക്കണം, പുഷ്പങ്ങളെയും സസ്യങ്ങളെയും നദികളെയും എല്ലാം. അത് തന്നെ ധ്യാനം. അല്ലാതെ നിങ്ങൾ പത്മാസനത്തിൽ കയറി ശ്വാസവും വലിച്ചു വിട്ട് ഓരോരുത്തർ പറയുന്നത് പോലെ ട്രെയിനിങ്ങിനൊന്നും പോകുന്നൊന്നും വേണ്ട. വളരെ സിമ്പിൾ. അങ്ങനെ അല്പസമയം കണ്ണടച്ച് നമുക്കിതിനെ കാണാൻ സാധിച്ചാൽ കണ്ണ് തുറക്കുന്ന സമയത്തും എല്ലായിടത്തും ഈശ്വരനെ കാണുന്നതിനും കൂടിയാണത്. ഇതാണ് അതിൻ്റെ തത്വം. അല്ലെങ്കിൽ കണ്ണടച്ചാൽ മാത്രമേ ഈശ്വരനെ പിടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. സനാതന സംസ്കാരത്തിന്റെ മകുടമാണ് ഈ ഒരു ഭാഗം. സമസ്തവും ഈശ്വര സ്വരൂപമായി കാണല്. ക്ഷുദ്രജീവികളെ പോലും പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുകയാണ്. അതിനെ പോലും ആദരിക്കുക, നമസ്കരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നിടത്താണ് നമ്മുടെ തൊട്ടുകൂടായ്മയൊക്കെ ഇവിടെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പഠിക്കാത്തത് കൊണ്ടല്ലേ, പ്രചരിപ്പിക്കാത്തതുകൊണ്ടല്ലേ. ക്ഷുദ്രജീവികളെ പോലും ഈശ്വര സ്വരൂപമായി കാണുന്ന ഒരു സംസ്കാരം നമുക്ക് ലോകത്ത് വേറെ എവിടെയാ കാണാൻ സാധിക്കുക? മനുഷ്യനെ മാത്രമല്ല സമസ്ത ജീവജാലങ്ങളെയും പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനെയും റെപ്രസെന്റേഷൻ ഇവിടെ പറഞ്ഞു അല്ലേ. ഇതാണ് ദർശനം, ഇതാണ് തത്വശാസ്ത്രം. അങ്ങനെ സമസ്തവും പ്രജ്ഞാനം തന്നെയാണ്. സമസ്തവും നയിക്കപ്പെടുന്നത് പ്രജ്ഞാനത്തിലേക്കാണ്. ആ പ്രജ്ഞാനം തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വരൂപം. പ്രജ്ഞാനേ പ്രതിഷ്ഠിതം പ്രജ്ഞാനം ബ്രഹ്മ. ഇനി അവസാന മന്ത്രം 4. സ ഏതേന പ്രജ്ഞേനാത്മനാ അസ്മാൽ ലോകാ ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാനാപ്ത അമൃത സമഭവത് അമൃത സമഭവത്. ഒന്നുകൂടെ പറയാം. സ ഏതേന പ്രജ്ഞേനാത്മനാ അസ്മാത് ലോകാത് ഉത്ക്രമ്യ അമുഷ്മിൻ സ്വർഗേ ലോകേ സർവാൻ കാമാനാപ്ത അമൃതഃ സമഭവത് അമൃതഃ സമഭവത്. സ ഏതേന ആത്മന പ്രജ്ഞയെ ഉൾക്കൊണ്ടുകൊണ്ട് സാക്ഷാത്കരിച്ച്, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര സ്വരൂപമാണെന്ന് ബോധ്യപ്പെട്ട്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരിമിതമായ വ്യക്തിത്വം ഒക്കെ അപ്രത്യക്ഷമാവും. അങ്ങനെയുള്ള ആൾ അസ്മാലോകാതുക്രമ്യ, ഈ ലോകത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ലോകത്തിന് അതീതമായ അമുഷ്മിൻ സ്വർഗേ ലോകേ. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്
ഇവിടെ സ്വർഗത്തെ ആത്മസ്വരൂപമായിട്ട് ആലങ്കാരികമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അമുഷ്മിൻ സ്വർഗ എന്നാല് അനന്തമായ ആത്മസ്വരൂപത്തെ എന്നാണ് ഇവിടെ അർത്ഥം, അല്ലാതെ മറ്റേ സ്വർഗമല്ല. അനന്തതയാണ് സ്വർഗമായിട്ട് പറയുന്നത്. അസ്മാത് ലോകാത് എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള താതാത്മ്യത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നുള്ള താതാത്മ്യത്തിൽ നിന്നും പൂർണ്ണമായ മുക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേദാന്തം ശരീരത്തിന്റെ പതനത്തിന് ശേഷമുള്ള മുക്തിയല്ല വാഗ്ദാനം ചെയ്യുന്നത്. ഈ ശരീരത്തിൽ ഇരിക്കവേ തന്നെ ശരീര താതാത്മ്യം വിട്ടുകൊണ്ട് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപമായി താതാത്മ്യം പ്രാപിക്കുന്നു, ജീവൻ മുക്തിയെ പ്രാപിക്കുന്നു. ആ ആത്മസ്വരൂപം ശാശ്വതമാണ്, നിത്യമാണ്, സർവവ്യാപ്തമാണ്, ശിവസ്വരൂപമാണ്, അമൃതസ്വരൂപമാണ്. ഇക്കാണുന്ന ഒന്നുമല്ല ഞാൻ, കേവലമായ ആത്മസ്വരൂപമാണ് എന്ന് ബോധ്യപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ത്രസിക്കുന്ന ആത്മസ്വരൂപത്തില് താതാത്മ്യം പ്രാപിച്ച് സർവാൻ കാമാൻ ആപ്ത, സർവ ആഗ്രഹങ്ങളെയും സബലീകരണം പ്രാപിച്ചിട്ട് സമസ്ത ആഗ്രഹങ്ങളും ആത്മജ്ഞാനത്തോടുകൂടി സബലീകരിക്കുന്നു. സർവാൻ കാമാൻ സമശ്നുത ഇതി, സത്യത്തെ ദർശിക്കുന്നതോടുകൂടി ഇനി ഒന്നും നേടുവാനില്ല എന്ന നിലയിൽ എത്തുന്നു. അമൃത സമഭവത്, സം അഭവത്, പിന്നെയാൾ അമൃതാവസ്ഥയെ പ്രാപിക്കുന്നു. ഒന്നുകൂടി പറയാം, സംശയിക്കൊന്നും വേണ്ടെന്ന്. സം അഭവത്, ഈ ശരീരത്തിൽ ഇരിക്കവേ തന്നെ അമൃതമായ അവസ്ഥയെ പ്രാപിക്കുന്നു. ഇത് പറഞ്ഞ് ഉപനിഷത്ത് ഉപസംഹരിക്കുക. ഇന്ന് ഉപനിഷത്ത് കഴിഞ്ഞു. നാളെയും 7:30 മണി ഉണ്ടാവും രാവിലെ. നാളെ കഴിഞ്ഞുണ്ടാവും. അപ്പൊ ഒരു 15 മിനിറ്റ് എങ്കിലും മഹീദാസ് ഋഷിയെ നമസ്കരിച്ചുകൊണ്ട് ഈ ഉപനിഷത്ത് പഠിക്കാൻ ശ്രമിക്കുക. ദിവസവും ഒരു മന്ത്രമെങ്കിലും എടുത്ത് അതിന്റെ വ്യാഖ്യാനമൊക്കെ നോക്കി മനനം ചെയ്യുക. ആദ്യത്തെ മന്ത്രം ചൊല്ലുന്നു. ഓം ആത്മാവ ഇദമേക ഏവാഗ്രേ ആസീത് നാന്യത് കിഞ്ചനമിഷത. ഇനി ധ്യാന ശ്ലോകം ഏറ്റവും ലാസ്റ്റ് പേജിലുണ്ടാവും, അല്ലെങ്കിൽ 24ാമത്തെ പേജിൽ. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമ ഏതി വേദസ്യ മാണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീതേനാഹോരാത്രാൻ സന്തദാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവദോ തദ്വക്താരമവദോ അവദു മാം അവദു വക്താരം അവദു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.